ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഈ ഹാളിൽ കാണാനായതിൽ. ഒരിക്കലും ഒരു ചക്രവാളത്തിൽ 2 സൂര്യൻ ഉദിക്കാറില്ല, ഒരു ഹൊറൈസണിൽ ഒരു സൂര്യനെ ഉണ്ടാവാറുള്ളൂ അല്ലെ. പിന്നെയും സാധ്യത ഉണ്ടെങ്കിൽ വല്ല നക്ഷത്രത്തിനും സാധ്യതയുണ്ട് അല്ലെ. SBG മലബാർ മില്ലിയൻസ് എന്ന് പറയുന്ന മഹത്തായ ഹൊറൈസണിൽ ഒരു സൂര്യകോളം പ്രാചുര്യமான പ്രകാശ ഗോപുരമായി വിട്ടുതിളങ്ങുന്നെങ്കിൽ അവസരം നല്ലൊരു കൈയ്യടി കൊടുക്കുക. അദ്ദേഹം ധാരാളമൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ചില കുട്ടികൾക്ക് വിളമ്പിയ സമയത്ത് കിട്ടാത്തവരുണ്ട്. അപ്പൊ പിന്നെ തലക്കുന്ന മുമ്പ് വിളമ്പുണ്ടല്ലോ, വിളമ്പി തന്ന് ഞങ്ങളെ പോലെ തിന്നാൻ കുറച്ച് ആൾക്കാർക്ക് പറഞ്ഞു തരാണ്ട് ഇന്നാല സാധനങ്ങൾ എന്തൊക്കെയാണ്. ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ജീവിക്കാനും. കാര്യം ഈ ബിസിനസിനെ ഏത് ലോകത്തേക്ക് കൊണ്ടുപോകാനും 100% തീരുമാനമെടുത്ത് ഒരു വലിയ ലീഡർഷിപ്പിനകത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ അൽതാഫ് സാറിന്റെ അണ്ടറിലും ശശി സാറിന്റെ അണ്ടറിൽ, അതേപോലെ തന്നെയുള്ള മെഹറുദ്ദ, അങ്ങനെ ഒരുപാട് സീനിയർ ആൾക്കാരുടെ പേര് എനിക്ക് അറിയാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ജോജി കൃഷ്ണ, ഒരുപാട് ആളുകൾ. എന്തായാലും ശരി, നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാര്യം എന്താണ്, ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ തീരുമാനമെടുത്ത ആൾക്കാരെ കൂടെ നിന്നാൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തും. സ്വർണ്ണ അല്ലേ? ഏതുപോലെ തൃശ്ശൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡ്രൈവർക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ, 2.5 മണിക്കൂർ കൊണ്ട് ഇത് കോഴിക്കോട് എത്തണം. അത് റോട്ടിലൂടെ പറക്കണോ, കാട്ടിലൂടെ പറക്കണോ, അതല്ല ഏതെങ്കിലും വഴി വെട്ടി തെളിയുന്നതൊക്കെ മൂപ്പർക്ക് അതൊന്നുകൂടെ മുതലാളി ഇത്രേ പറഞ്ഞുള്ളൂ. 24 അവറിൽ തൃശ്ശൂർ കാലിക്കറ്റിന്റെ ഇടയിൽ 3 ചാലു ഓടണം. ഇത് അയാൾ കംപ്ലീറ്റ് ആകും, ആണല്ലേ? അയാൾക്ക് ഒറ്റ ഡ്യൂട്ടിയുള്ളത് ഇവിടുന്ന് 5 മണിക്ക് എടുത്ത ബസ് 7 മണിയാകുമ്പോൾ കോഴിക്കോട് എത്തിയിരിക്കണം, അല്ലെങ്കിൽ 8 മണിയാകുമ്പോൾ കോഴിക്കോട് എത്തണം. കോഴിക്കോട് അവിടെ എടുക്കുന്ന ബസ് 10-12 മണിയാകുമ്പോൾ വീണ്ടും തൃശ്ശൂർ എത്തണം. പിന്നെ തൃശ്ശൂർ എടുത്ത ബസ് വീണ്ടും അല്ലെ. ഈ ചാല അയാൾ വളരെ നിർബന്ധമല്ലേ? ഇത്ര യാത്രക്കാരുടെ സുഖം എന്താണ്? ഓടിയേ തീരുന്നുള്ള ഭ്രാന്തനുള്ള ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഗ്യാപത്തി ഇരുന്നോട്ടാണ് നമ്മൾ എത്തുന്നിടത്ത് എത്തിക്കണം, ആണോ അല്ലേ? ഇതേപോലെ തുടങ്ങി ഇതിന്റെ ഒരു എൻഡ് കണ്ട ഞാൻ അടങ്ങൂ എന്ന് ശഠിച്ചു തീരുമാനമെടുത്ത ഗ്രേറ്റ് അൽതാഫ് സാർ പോലെയുള്ള ആൾക്കാരെ നിങ്ങളെ ബസ്സിന്റെ ഡ്രൈവർ ആയിട്ടുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. ബിക്കോസ് നിങ്ങൾ അവിടെ എത്തിനെ ചെയ്യും. കാരണം ആ ഡ്രൈവർ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല, ആരറിഞ്ഞാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. സോ സീരിയസ്ലി എന്തായാലും മനസ്സിലാക്കിയാൽ എല്ലാവരും സന്തോഷവും. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകളിലൂടെ മാത്രം പോകണം, ബാക്കി എല്ലാ ലീഡർമാരും പറയുന്ന വാക്കുകൾ തന്നെയാണ്. ഞാൻ കുറച്ചും കൂടെ സൂട്ടും കൂട്ടം കെട്ടാണ് ഭംഗിയിൽ പറയുന്നുള്ളൂ കേട്ടോ. തീരുമാനമായിട്ടുള്ള കുറച്ച് എന്തെങ്കിലും തിരിയാത്തതാണ് ചോദിക്കാൻ. രണ്ടാമത് ഇംഗ്ലീഷും നല്ല പക്ഷം മലയാളത്തിൽ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ പോകണം ക്ലാസ്. അപ്പൊ എന്തായാലും ശരി, ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? എന്താ എഴുതിക്കുന്നത്? ഡ്രീംസ് ആൻഡ് പിന്നെയോ ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, പിന്നെയോ ടോപ്പിക് ഡീൽസ് വിത്ത്. എന്തെല്ലാം ടോപ്പിക് ചർച്ച ചെയ്യേണ്ടാവും കൂടെ? ഡ്രീംസ് ആൻഡ് ഗോൾസ് ഉണ്ട്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഉണ്ട്, റിക്രൂട്ടിംഗ് ആർട്ട് ഉണ്ട്, ബിലീഫ് ഉണ്ട്, റീപർച്ചേസ് ഉണ്ട്. ഒക്കെ പറഞ്ഞ തീരുമാനങ്ങൾ കൂടെ ഉണ്ടാവണം. എന്റെ നടുവിൽ ഞാൻ ഇവിടെ കത്താറുണ്ട്, മനസ്സിലായോ? നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. ഇൻഷാല്ലാ അത് ഏതറ്റം വരെ കൊണ്ടാണ് നമ്മൾ റെഡിയാണ്. പറഞ്ഞ പോലെ തന്നെ ദൈവം സഹായിച്ച് ട്രെയിനിങ് മേഖലയിൽ ഒരു വ്യാഴവട്ടക്കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ടീച്ചിങ് ട്രെയിനിങ് മേഖലയിൽ ഒരു നീണ്ട പുരുഷായുസ് ഞാൻ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചില സബ്ജക്ട് ചർച്ച ചെയ്യണമെങ്കിൽ ആഴ്ചകളോളം ചർച്ച ചെയ്യാറുണ്ട്. ചിലപ്പോൾ കാട്ടിലെ ക്യാമ്പയിനുകളൊക്കെ ആയിട്ട് ടീച്ചേഴ്സിനൊക്കെ ആയിട്ട് പോകുന്നോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ആയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ 4-5 ദിവസം സബ്ജക്ട് സംസാരിക്കണം. ഞാൻ ടയർഡാവില്ല, നിങ്ങൾ ആവാതിരുന്നാൽ മതി. ഓക്കെ, കൂടെ ഉണ്ടായാൽ മതി. സോ സീരിയസ്ലി ഇവിടെ എഴുതിയ ഫസ്റ്റ് വരിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആണോ അല്ലേ? ആർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമോ? ലീഡേഴ്സ് ആണ് ഇരിക്കുന്നത്. ഒന്ന് കൈയടിച്ചാലോ? ഇനി എനിക്ക് വേണ്ടത് നിങ്ങളൊക്കെ നല്ല കൃത്യമായി എന്താണ് പ്രതികരണങ്ങൾ വേണം നിർബന്ധമായിട്ടും. അപ്പൊ ലീഡേഴ്സ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, ലീഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹു ഈസ് ദ ലീഡർ? ഹു നോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ ആൻഡ് ലീഡ്സ് ദ വേ. അയാളാണ് ലീഡർ. ആരാണ്? ഹു നോസ് ദ വേ. എവിടുക്കാ പോണ്ടി ആർക്കറിയാം? അയാൾക്കറിയാം. ഹി ഷോസ് ദ വേ. പോണ്ട വേ എല്ലാവരും കാണിച്ചു കൊടുക്കാൻ റെഡിയാണ്. എന്ന് മാത്രമല്ല അവ പോയിട്ടും കാണിച്ചു കൊടുക്കും. മൂന്നാമത്തതോ ഹി ലീഡ്സ് ദ വേ. ആ പോണ്ട സ്ഥലത്തേക്ക് ആൾക്കാരാണ്ട് കൊണ്ടുപോകും ചെയ്യും. അപ്പൊ ആരാ ലീഡർ? ഹു നോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ ആൻഡ് ലീഡ്സ് ദ വേ. അപ്പൊ നിങ്ങൾ എന്തിനാ വന്നത് നിങ്ങൾക്ക് അറിയണം, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് മനസ്സിലായോ? പറയാൻ പറ്റണം. അൽതാഫ് നടത്തിയ ട്രെയിനിങ്ങിന്റെ മുമ്പും ശേഷവും എന്നൊരു ചരിത്രം നിങ്ങൾ പറയാനുണ്ടാവണം. മെസ്സോർണോ? ആരും റെഡിയാണോ? അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. ആ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യാം? കണ്ണും കാതും കരളും ഇവിടെ കൊടുത്തിരിക്കുക. അൽതാഫ് സ്റ്റാർട്ടിംഗ് തന്നെ പറഞ്ഞ എന്താണ്? കുട്ടിമ പാലിക്കുമ്പോൾ പിടിച്ചേരി ആയിരിക്കരുത്.
ഇങ്ങനെ കുട്ടികൾ മരണം എഴുതിയത് കുറച്ചോടെ എവിടുന്ന് അത് ഉപകാരമാകും. ആ ലെവലിരിക്കില്ല, ആ ലെവലിരിക്കരുത്. കാര്യം എന്തായാലും വന്ന് പറയില്ലേ, ഇത് വൃത്തിക്ക് കെട്ടിക്ക് പോലെ നല്ലത്. അല്ലാതെ സാറേ തുടങ്ങിയിട്ടുള്ളൂ, ദുസ്തുലി നേരം ഈ സാധനത്തിന്റെ കയ്യിലാണ് മൈക്ക, ഇതൊരു ആഴ്ച ക്ലാസ്സിൽ പറഞ്ഞത് മിക്കവാറും കൊണ്ടുവന്ന് അങ്ങനൊക്കെ ചിന്തിക്കും. എന്റെ മതം പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. ഒരു കാര്യം തീർന്നിട്ടേ ഉള്ളൂ. അല്ല സാറേ ലോകം കൂട്ടിക്കാണ് ഇത് തീർന്നിട്ട് തീരുമാനത്തിട്ടേ കൊണ്ടുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളും പണിയില്ലേ. അൽത്താവസാറിന്റെ കുടുംബവും കുഞ്ഞുകുട്ടി പരാതികളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇട്ടെറിഞ്ഞ് മൂപ്പര് വാങ്ങിയത് ശശികടവത്ത് അതൊക്കെ വലിച്ചെറിഞ്ഞു വന്നു. ജോലി കൃഷ്ണ വന്നിട്ടുണ്ട്. അതേപോലെ ഗോകുൽ വേറെ നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നല്ലോ, നമ്മുടെ ലീഡർ സാഹിബ്, നമ്മുടെ കരീം സാഹിബ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ വേറെ ആളും കൂടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഈ മുന്നത്തെ സെക്കൻഡ് സീറ്റിൽ. നിങ്ങളെ പേര് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് പല പല മെഹറുത്തയുണ്ട്. അതേപോലെ ബാക്കി കുറെ താരങ്ങളുണ്ട്. വരുമായിരിക്കും അല്ലെ? ഓക്കെ, വെയിറ്റിംഗ് ഫോർ ദ ഗൊയ്തോ എന്നാണ് അതിനകത്ത് അതിൽ പറയാം, ഇംഗ്ലീഷിൽ പറയാം. ഗൊയ്തോയെ കാത്തു നിൽക്കുക വലിയൊരു ഡ്രാമയാണ്. അയാൾ വരില്ല. വെയിറ്റിംഗ് ഫോർ ഗൊയ്തോ ഭയങ്കര രസകരമായ ഡ്രാമയാണ്. പഠിച്ചാൽ മതി, നമ്മുടെ PG-യിലൊക്കെ ഇംഗ്ലീഷിൽ പഠിക്കാം. സോ എന്തായാലും ശരി, ഇവരൊക്കെ എന്തിനാ വന്നത്? ഒന്ന് അവർക്ക് എത്തേണ്ടോടത്ത് എത്തണം. രണ്ടാമതോ നിങ്ങൾ കൂടെ പോയി നിങ്ങൾ എത്തിച്ചേരി ആണോ അല്ലേ? നിങ്ങൾ എത്തിച്ചോടത്ത് ഇരിക്കണ്ടേ? അതിന് നിന്നോട്ടണ്ടേ അവിടെ? അപ്പൊ എന്തായാലും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ എന്തിന്റെ അണ്ടറിലാണ് നിൽക്കുന്നത്? സക്സസ് ബ്രേക്ക് ഗ്ലോബൽ എന്ന് പറയുന്നത് മഹത്തായ നല്ലൊരു കൈ കൊടുക്കുക എന്ന് മാത്രമല്ല, ആ നിൽക്കുന്ന പോലെ ഒരു സാധനം അല്ലെ, MI കണ്ടില്ലേ? എന്താ MI ഫുള്ള്? മൈ ലൈഫ് അല്ലെ? അല്ലല്ല, മെയ്ഡ് ഫോർ ഇസ്മൈൽ. എനിക്കായിട്ട് പറഞ്ഞ ഓക്കെ. എന്തായാലും ശരി, അവിടെ ഐ കണ്ടില്ല, അതിന്റെ മേലെ ഡയമണ്ട് കണ്ടില്ലേ? അതിന്റെ പേര് തുടങ്ങുന്ന ഡയമണ്ട് ആവുമല്ലേ? അങ്ങനെയായിരിക്കും, എനിക്കറിയാട്ടോ, ഞാൻ അങ്ങനെ കണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് എനിക്കറിയില്ല. എന്തായാലും ശരി, MI എന്ന് പറയുന്ന ആ ഡയമണ്ട് ഷിപ്പിനെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. സ്വർണം നല്ലൊരു കാര്യം നമ്മളെ MI ലൈഫ് കൊടുക്കുക. പരിചയപ്പെടേണ്ട ആവശ്യകത എന്താണ്? റീഗ, നല്ലൊരു കാര്യം റീഗ പ്രൊജക്ടിന് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ആൾക്കാർ ഈ കയ്യിൽ കൊടുക്കുന്നത്. മനസ്സിലായോ? അത് കേട്ടിട്ട് MIക്കും സക്സസ്ഫുൾ തോന്നണം, അവരെ ഞാൻ രക്ഷപ്പെടുത്തണം. മനസ്സിലായോ? ഓക്കെ. എന്തായാലും ശരി, ഇതിന്റെ ഫൗണ്ടർ ഫാമിലി മനോസാർക്ക് നല്ലൊരു കൈ കൊണ്ട് നമ്മളൊക്കെ ഇവിടെ ഇരിക്കാം. കാരണം നമ്മുടെ ലീഡർമാരാണ്. സോ അഭിമാനത്തോടു കൂടി ഇന്ന് MTC റാങ്കിൽ നിൽക്കുന്ന നല്ലൊരു കൈഡി ഈ ഫാമിലി കൊടുക്കും. ഇന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയ അൽത്താഫ്സാറെ കൈ പിടിച്ച് പരാതികളും ഒരുപാട് ടീമിൽ വരും. പക്ഷെ കയ്യോ കിട്ടൂലാന്നൊരു തീരുമാനമുണ്ട്. മനസ്സിലായോ? അത് ഏതറ്റം വരെ അൽത്താഫ്സാറും SBG പോകും, അതിന്റെ അറ്റം വരെ നമ്മളുണ്ടാകും. അങ്ങനെയായതാണ്. അതിന് താങ്ക് യു ഫോർ ഓൾ ഓഫ് യു. നിങ്ങൾ എല്ലാവരും കയ്യടികളൊക്കെ കാരണമായിട്ടുണ്ട്. ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നു. എന്തായാലും ശരി, ഇന്ന് നമുക്ക് ചർച്ചിതമാകേണ്ട സബ്ജക്റ്റിൽ ആദ്യത്തെ ചിത്രം ഇതാണ്. എന്താ ഈ ചിത്രം കണ്ടു തോന്നുന്നത്? ഒന്ന് വായിച്ചു സ്പീഡില്. How long you have just the capacity and chance anymore to carry the responsibility even at this hiking budget days. Like, നമ്മൾ കേൾക്കുന്നില്ലേ ശരിക്കും? എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, he who knows and knows that he knows he is a wise follow him. He who knows not and knows not that he knows not is a fool shun him. He who knows and knows not that he knows is asleep awake him. He who knows not and knows that he knows not is a student teach him. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആവണം, പക്ഷെ ലാസ്റ്റ് പറഞ്ഞതാവരുത്. മനസ്സിലായോ എന്താ പറഞ്ഞത്? പറഞ്ഞ ചെയ്യും അല്ലേ? പറഞ്ഞത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റജുലും യാലം വയാലം മനോ യാലം വഹു അലിം റജുൽ ലാ യലം വലാ യലം മനോ ലാ യലം വ ജാഹിൽ റജുലും യാലം വയലം വലാ യലം മനോ യലം വഹു താലിബ് റജുലും ലാ യലം വയലം മനോ യലം വഹു നായി. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അതാണ് അറബി. മലയാളം പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വയം അറിയാം, അവൻ ഒരറിവും കൂടി ഉണ്ട്, തനിക്ക് അറിയാമെന്നറിയാം, അവനാണ് ബുദ്ധിമാൻ, അവന്റെ കുളപ്പ്. രണ്ടാമതൊരു മനുഷ്യൻ ആരാണ്? സ്വന്തമായിട്ട് അറിയില്ല, പക്ഷെ അവർക്ക് അറിയില്ല, അവനാണ് ലോകപ്പൊട്ടൻ, അവന്റെ കുളപ്പ്. അതാണ് ഈ നെറ്റ്വർക്കിലെ ഏറ്റവും വലിയ ദരിദ്രവാസികൾ ആണോ അല്ലേ? വന്നിങ്ങനെ ഇപ്പൊ എന്ന് എനിക്കെല്ലാം അറിയാം, ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ കേട്ടിരിക്കുന്നു, 9 ഞാൻ കുറെ കേട്ടിരിക്കുന്നു, 8 ഇരുപത്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഒക്കെ അറിയുന്നവനാണ്. അതാണ് ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ പരാജയം. സ്വർണം ഞാൻ എന്റേതാണില്ല മക്കളെ, MTC ആണ്. അൽത്താഫ്സാറും ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നോ റോയൽ ഡയമണ്ടും ക്രൗൺ ഡയമണ്ടും കഴിഞ്ഞ് ക്രൗൺ അംബാസഡറിന്റെ പടിവാതിൽ നിൽക്കുന്ന മുബീൻ സാർ പറയാണ്, ഞാൻ ഇൻഡസ്ട്രി പഠിച്ചിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്ലാൻ കിട്ടിയ അവിടെ എന്ത് പറയും? ഞാൻ പഠിച്ചിട്ടില്ല സാർ. അതാ പ്രശ്നം. പഠിച്ചുകൊണ്ടല്ലേ ഞാൻ പറയും, അപ്പൊ പഠിക്കാൻ വേണ്ടി വന്നതാണ് സ്വർണം. അതുകൊണ്ട് ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്നത്, I am not saying what I say. I am not saying what I say. What you listen is not what I say. Then what I say. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞതല്ല കൂടെ ഞാൻ പറഞ്ഞത്. പിന്നെയോ നിങ്ങൾ കേൾക്കുന്നതുമല്ല
ഞാൻ പറയണത്. പിന്നെന്താ ഞാൻ പറഞ്ഞത്? What I wish to like to say is what I say, and what I would like to make you understand is what I say. Then even though there is no in what I say, that would you like to make you understand is all totally what I say. മനസ്സിലായോ? ഞാൻ പറഞ്ഞതല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്നതുമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് താല്പര്യമുള്ളതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് തീരണമെന്ന് താല്പര്യം വെച്ച് ഞാൻ എന്ത് പറയുന്നുവോ അതാണ് ഞാൻ പറയണത്. ഞാൻ പറയുന്ന വഴിയിൽ അതില്ലെങ്കിലും അത് തന്നെയാണ് ഞാൻ പറയണത്. മനസ്സിലായോ? മനസ്സിലായത്? ആകെ കഴിയുന്നില്ലേ? ആകെ ഞാൻ തിരിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്ന ഏത് ലീഡർമാരും ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് വരി വെച്ച് നിങ്ങൾ കേൾക്കണം. അവരെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഏത് GPS-നും NDA-ക്ക് പോയാലും പ്രോഗ്രാമിന് പോയാലും നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിളാണ്. മനസ്സിലായോ? അത് തെറ്റാണ്. കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആംഗിളിൽ ആയിരിക്കില്ല അയാള് പറഞ്ഞത്. അയാള് നിങ്ങൾക്ക് എന്തോ മനസ്സിലാക്കി തരണമെന്ന ഇഷ്ടത്താലാ പറഞ്ഞത്. ഒരു പക്ഷെ അദ്ദേഹം പറയുന്ന വരി പോലും അത് ഉണ്ടാവില്ല. എന്നാലും അയാൾ പറഞ്ഞത് ഏതാണ്? ആ പറയാത്ത വരിയാണ് അയാള് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ മനസ്സിലായോ? ലെവലിൽ പോയിക്കണം. ഇതിലാർക്കവട്ടെ എനിക്ക് അങ്ങനെ. ഓക്കെ, എന്തായാലും ശരി. ഈ പിക്ചർ കാണാം. എന്താണ് ഈ പിക്ചറിൽ പറയുന്നത്? അടിക്കടി ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഇനിയും കപ്പാസിറ്റി ഉണ്ടോ ഈ മനുഷ്യനെ പോലെ താങ്ങാൻ? ഈ കുടുംബനാഥൻ താങ്ങി നിൽക്കുന്നത് തന്റെ ഭാര്യയെ, 2 കുട്ടികളെ, വീടിനെ, കാറിനെ, സർവത്തിനെ, ഇതൊക്കെ ലോണാ, ഇതൊക്കെ ഉത്തരവാദിത്തങ്ങളാ. ഇനി താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? വയസ്സ് എത്രയായി? സമയം എത്രയായി? ശരിക്കും ആവേശം നോക്ക് അല്ലേ? ഒരു കുടുംബനാഥ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇത് ഫുള്ള് താങ്ങി നടത്തിയെന്നോ? ഈ സാധനം ഒന്ന് ഇറക്കി വെച്ചിട്ട് തലൊന്ന് നിർത്തിയിട്ട് വേദന ഇതൊന്നും മാറ്റണ്ടേ? ഈ കുടുംബ ഭാരം ഒന്ന് ഇറക്കി വെക്കണ്ടേ? ആണോ വേണ്ടേ? താല്പര്യം ഒന്ന് കൈവയ്ക്കാണ്. ഇത് താങ്ങി വെക്കിയ കൈവെക്കാൻ അല്ലാത്തത് ഇതിപ്പോ എന്ത് താങ്ങി എന്താ കുഴപ്പം? കാരണം ഇയാളല്ലേ ജോലി പോണത് വേറെ ആൾക്കാരാണ്. പോണോക്കെ ഇത് മനസ്സിലാവുള്ളൂ. അവനെ കുടുംബം പോയിട്ട് നൽകിയത് കൈവയ്ക്കാൻ അവർക്ക് വേഗം മനസ്സിലാവും. ബാക്കിയുള്ളവർക്ക് വല്ല മനസ്സിലായിക്കോളൂ. ഓക്കെ, എന്തായാലും ശരി. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിത്രത്തെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എന്താണ് ചിത്രം? എംപ്ലോയ്മെന്റ് മൈൻഡ് സെറ്റ് ഈസ് ദ ബിഗ് പ്രോബ്ലം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം ഏതാണ്? എംപ്ലോയ്മെന്റ് മൈൻഡ് സെറ്റ് ആണ്. കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മനുഷ്യർക്ക് ഈ തലമുറയിൽ നിന്ന് രക്ഷപ്പെട്ട് വിശന്ന് നിൽക്കുന്ന മനുഷ്യനാണ്. വേണമെങ്കിൽ എന്തുണ്ട്? ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ ബ്രെഡ് എടുത്തിട്ട് വയറ് നയിക്കാം. അല്ലാതെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഈ ചാവിയുണ്ട്. ഈ ഗേറ്റ് തുറന്നിട്ട് ആജീവനാന്തകാലം ഈ ഗേറ്റിനെ രക്ഷപ്പെടുകയും ചെയ്യാം, തോന്നുമ്പോഴൊക്കെ പെട്ടെടുത്ത് തിന്നും ചെയ്യാം. മനസ്സിലായോ? ഇതില് ഈ ടീമിന്റെ പേരാണ് ജോലിക്കാര്, ഈ ടീമിന്റെ പേരാണ് ബിസിനസ്. ഏതാണ് വേഗം പറയും? ബ്രെഡ് വേണോ ചാവി വേണോ? വേഗം പറയും. അത് കഴിഞ്ഞിട്ട് അടുത്ത ജോലിക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ബാക്കി. മനസ്സിലായോ? ചാവി വേണമെന്ന് പറയും. എന്നിട്ട് എന്ത് പറയും? സാറേ ഞാൻ പിടി, ഞാൻ ജോലി പൗതി ലീവ് എടുത്ത് വന്നതാണ്, അതിനാണ് ഇതുപോലെ ഓഫീസിൽ എത്തണം, ഓനാണ് ഈ ക്ലാസ് കേൾക്കാൻ നിൽക്കുന്നത്. ബാക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് പഠിച്ചത് എന്താണ്? മക്കളെ ഇവിടെ പഠിപ്പിക്കൂ, ജോലിയുടെ ഉറപ്പ് അല്ലെ? കുട്ടിക്ക് ഡിഗ്രി പാസ്സാക്കും, അതാവട്ടെ ഇതാവട്ടെ, ജോലിയുടെ ഉറപ്പ് അല്ലെ? ഇങ്ങനെയുള്ള ജോലികളല്ലേ? ഇതിന്റെ മുകളിൽ വലിയൊരു സ്ഥാപനമുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണല്ലേ? അവിടുത്തെ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റിലെ ഇംഗ്ലീഷ് ലെക്ചർ ആയിരുന്നു ഞാൻ 10 കൊല്ലം മുന്നേ. ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ബിസിനസ്മാനാണ്. വേറെ കഥ. മനസ്സിലായോ? ഇവിടെ തുടങ്ങിയ സമയത്ത് അന്നക്കാലത്ത് ഈ അടുത്ത കാലത്ത് കുറെ കുട്ടികളെ സംബന്ധിച്ച് സാറേ അന്ന് ഇംഗ്ലീഷിൽ നമുക്ക് എവിടെ അറിയണം? അന്ന് ആ യൂണിഫോമിൽ കണ്ട പിള്ളേരല്ലേ കൊടുത്തോളൂ. അപ്പൊ ഞാൻ സീരിയസ്ലി പറയുന്നത് എന്റെ വലിയൊരു പാഷനായിരുന്നു ഒരു കാലത്ത് ടീച്ചറും ട്രെയിനറാകുമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അന്നത്തെ കാലത്ത് തന്നെ ചെറുപ്പം തൊട്ടേ, അതായത് 15-ാം വയസ്സ് തൊട്ട് ഞാൻ അധ്യാപകനാണ്. എന്താ ഞാൻ എടുക്കുന്ന ക്ലാസ് ഒരു പക്ഷേ 10ാം ക്ലാസ് ആണെങ്കിൽ അപ്പൊ ഞാൻ വൈകുന്നേരം പഠിപ്പിക്കുന്നുണ്ടാവും. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ 7ാം ക്ലാസ് പഠിപ്പിക്കുന്നുണ്ടാവും. ഒരു ഭ്രാന്തായിരുന്നു. എന്ത് ടീച്ചറാവുക ട്രെയിനറാവുക ഒരു ഭയങ്കര ഭ്രാന്തായിരുന്നു. ചെറുപ്പം തൊട്ടേ ഇതൊരു ഭയങ്കര വാശിയായിരുന്നു. അപ്പൊ നമ്മുടെ പ്രധാന തൗഫീഖുണ്ട് ബിഫദ്ലില്ല ഈ ഇന്ത്യയിലുടനീളം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി മക്കൾക്ക് അറിവിന്റെ അക്ഷരം പകർന്നു കൊടുക്കാൻ പടച്ചോൻ ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ഗുരുക്കന്മാർ, രക്ഷിതാക്കൾ, എല്ലാ ഭക്തജനങ്ങൾ, പ്രാർത്ഥന നൽകിയ എല്ലാവരും. സോ സീരിയസ്ലി അവിടെയൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നന്നായി പഠിക്കും, നല്ല ജോലി വാങ്ങും, എന്നിട്ട് ആ ബ്രെഡ് മാത്രം തിന്നാം. ആ ബ്രെഡിനെ ഒഴിവാക്കി ചാവി എടുക്കാനാണ് നിങ്ങൾ വന്നത്. അതാണ് ESBI. ES കാറ്റഗറി ഏതാണ്? ബ്രെഡിന്റെ കാറ്റഗറിയാണ്. BI കാറ്റഗറി ഏതിന്റെ കാറ്റഗറിയാണ്? ചാവിന്റെ. ഏത് കാറ്റഗറിയാണ്? ഈ ചാവി തുറന്ന് പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ 8ന്റെ പണി ചോന്ന കളറിൽ കാണുന്നത്. ഒന്ന് വായിച്ചാൽ എന്താണ്? വരന്റെ എന്നിട്ട്
പണി കിട്ടുമെന്ന് മനസ്സിലായ? കഴിഞ്ഞൊരു കേസിലായി. നിങ്ങളെ മക്കളെ കാര്യം നോക്കി. ആ പറഞ്ഞ വഴി ഇതാണ്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി വാഗ്ദാനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അല്ല, നമ്മുടെ കല്യാണത്തിന്റെ ചർച്ച വരുന്ന സമയത്ത് മോൻക്ക് എന്താ ജോലി, ചെക്കൻക്ക് എന്താ പരിപാടി ആണോല്ലേ, പെണ്ണ് എത്ര പഠിച്ചിട്ടുണ്ട്, ചോദ്യം ഉണ്ടോ? ഇല്ലേ, ഉണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടോ, ഖുർആൻ ഓതാൻ അറിയോ? അതുപോലെ തന്നെ ഓരോ കമ്മ്യൂണിറ്റിക്കും അതിൻ്റെതായിരിക്കുന്ന ഓരോ വശങ്ങളുണ്ട്. ദൈവഭക്തിയുള്ള പെണ്ണാണോ, അല്ലെ, ചോദിക്കാറുണ്ടല്ലോ. ഓക്കെ, ഇനി അതൊന്നും ചോദിക്കാൻ പോകുന്നില്ല. കാരണം എന്താ, അതൊക്കെ എനിക്ക് വേണം ചെയ്തോ. പക്ഷെ ഒറ്റ സാധനം ഉണ്ട്, അതിന്റെ ബാങ്ക് ഡീറ്റെയിൽഡ് കാണിച്ചോണ്ടാ. സിബിൽ സ്കോർ ഉണ്ടോ ഇല്ലേ, വല്ല കുരുത്തക്കേട് കളിക്കുമോ ഇല്ലയോ, അതല്ല 2 രൂപ ഉണ്ടാക്കിയ ചരിത്രം ഇവർക്ക് ഉണ്ടോ ഇല്ലയോ, ഇത് നോക്കിയാണ് എന്ത് ചെയ്യുന്നത്. ഇനി കല്യാണം എന്നല്ല, ജീവിതത്തിൽ എന്തും എന്ത് ചെയ്യുന്നത് വിധിയായിട്ട് നടക്കുന്നത്. സ്വർണ്ണോ അത് നമുക്ക് ഇപ്പൊ തീരില്ല. കാരണം എന്താണല്ലോ, നമുക്കിത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കിട്ടിയാൽ ശരി ചെയ്യും. ഞാൻ ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ നാട്ടിലേക്ക് പിള്ളേരുടെ ബ്രെയിനിലേക്ക് അടിച്ചു കയറ്റിയ സാധനം എന്താണോ, 10 A+ കിട്ടിയോ കിട്ടിയില്ലേ, കിട്ടിയോ ഭയങ്കര സംഭവം, കോലാഹലങ്ങള്, ഫ്ലെക്സ് തൂങ്ങി, അവർക്ക് സമ്മാനം കൊടുത്തു, ഇന്റെ കുട്ടിക്ക് ഫുൾ A+ ആണ് മോളെ, ആണല്ലേ, പറയാവില്ലേ? യൂസുഫലിന്റെ കുടുംബത്തിൽ അങ്ങനെ A+ കിട്ടിയ കഥകൾ കിട്ടുന്ന, യൂസുഫലിന്റെ പേരക്കുട്ടികളല്ല ഫുൾ A+ കിട്ടിക്കണല്ല. എന്ത് A+? യൂസുഫലിന്റെ കുട്ടിയെ അവനത് റോൾസ് റോയ്സിലാണ്. A+നെ കാട്ടി പോയിക്കൊണ്ട് റോൾസ് റോയ്സ്. അതുകൊണ്ട് ആരും ചോദിച്ചില്ല. സ്വർണ്ണോ അതാണ് മണി പവർ. മണി പവർ വന്നു കഴിഞ്ഞാൽ there is no question of educational qualifications. സ്വർണ്ണോ അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചുകൊണ്ട് നിൽക്കും? A+ കിട്ടിയോ, ജോലി കിട്ടിയ, അല്ല അറബിന്റെ വിസ ശരിക്കാണോ, അമേരിക്കന്റെ കമ്പനി ആണോ, അല്ല PSC പാസ്സായോ, പാസ്സാകലുണ്ടോ, ആർക്കും ആവശ്യം? ഇത് ഇല്ലാത്തോ ഇതുള്ളോ? ഇതിനേക്കാൾ വലിയ A+ ഏതാ? തിരിഞ്ഞോ? തിരിഞ്ഞാൽ എന്ത് കൈ ഒപ്പിക്കാണ്? ഓർക്ക് ഇന്റെ ക്ലാസ് തിരിയുള്ളൂ. കാരണം ആ സബ്ജക്റ്റ് ആണ് എടുക്കാനുള്ളത്. ഒരിക്കലും വിദ്യാഭ്യാസം എതിർക്കല്ല കേട്ടോ. ഞാൻ ജീവിച്ചു വന്നതും ഇനിയും ജീവിക്കുന്നതും ലാസ്റ്റ് ജീവിതത്തിന്റെ എൻഡ് വരെയും എന്തോ ആയിട്ടെങ്കിലും ജീവിക്കാം, അത് യാതൊരു സംശയമില്ല. ബട്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? സമൂഹത്തെ സമുദ്ധരിക്കാനുള്ളതാണ്. തന്റെ ജീവിതത്തിന്റെ നല്ല തലങ്ങളിലേക്ക് വളരാനുള്ളതാണ്. നല്ല മനുഷ്യനാവാനുള്ളതാണ്. ആണോ അല്ലേ? പൈസ ഉണ്ടാക്കുന്നതാണോ? അല്ല. പൈസ ഉണ്ടാക്കുന്ന ഏതെല്ലാമാണോ? ബിസിനസ്. ക്ലിയർ ആണല്ലോ? സോ സീരിയസ്ലി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകണം. സ്ലൈഡുകൾ ഇനി ഫാസ്റ്റ് ആയി പോകുന്നുണ്ട്. തുടക്കത്തിൽ നമ്മൾ 1-2 സ്ലോ ആക്കിയല്ലോ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗുഡ് സ്റ്റുഡൻസ് ആർ ബിക്കം ഗുഡ് എംപ്ലോയീസ്. നല്ല വിദ്യാർത്ഥികൾ എന്തായി വന്നിട്ടുണ്ട്, നല്ല എംപ്ലോയി ആയിട്ടുണ്ട്. ബട്ട് സെൽഫ് ലേണേഴ്സ് ബിക്കം എംപ്ലോയേഴ്സ്. ലോകത്ത് 2 തരം കാറ്റഗറി ഉണ്ട്, എംപ്ലോയീസ്, എംപ്ലോയേഴ്സ്. ജോലി കൊടുക്കുന്നവർ, ജോലി എടുക്കുന്നവർ. ലോകം ഭരിക്കുന്നത് ആരാണ്? ജോലി എടുക്കുന്നവരാണോ, ജോലി കൊടുക്കുന്നവരാണോ? ജോലി എത്ര ജോലി കൊടുക്കുന്നത്? ശരിക്കും ചിന്തിച്ചു നോക്കാം. ഈ ലോകം സമ്പത്ത് കൈയടക്കി വെച്ച് നിൽക്കുന്ന ആളുകൾ ജോലി എടുക്കുന്നവരാണോ, കൊടുക്കുന്നവരാണോ? കൊടുക്കുന്നവരാണ്. നിങ്ങൾ എത്ര കൊടുക്കുന്നത്? ഇല്ല, ഇല്ല. നേരെ മറിച്ച് നിങ്ങൾക്കൊക്കെ ജീവിതത്തിന്റെ ഒരു വശം തീർക്കാൻ, അല്ലെങ്കിൽ ഒരറ്റത്തേക്ക് യാത്ര തുടങ്ങാൻ ആര് നമുക്ക് പ്രൊജക്ട് തന്നു? സക്സസ്ഫുള്ളി ഗ്ലോബൽ തന്നു. സ്വർണ്ണോ നിങ്ങളുടെ ലീഡറാകുന്ന അൽതാഫ് സാർ തന്നു. അപ്പൊ ഇത്രയും നിൽക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ആര് നൽകി? അൽതാഫ് സാർ നൽകി. അപ്പൊ ഇയാൾ എംപ്ലോയി ആണോ, എംപ്ലോയർ ആണോ? നമ്മൾ ചിന്തിക്കുക. അപ്പൊ ജോലി കൊടുക്കുന്നയാളാണ്, ആണോ അല്ലേ? രക്ഷപ്പെടുവില്ലേ? ഇങ്ങനെ എത്ര കൊടുക്കാൻ പറ്റും? That is the question. The next slide comes lesson for life. ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒരു പാഠം എന്ന് പറയുന്നത് successful people never stop learning. That is why they never stop earning. വിജയിച്ച ആളുകൾ ഇന്ന് വരെ പഠിക്കൽ നിർത്തിയിട്ടില്ല, അതുകൊണ്ട് അവർ പൈസ ഉണ്ടാക്കലും നിർത്തിയിട്ടില്ല. തോറ്റ ആളുകൾ എന്നാണോ പഠിക്കൽ നിർത്തിയത് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? തോൽക്കൽ തുടങ്ങിയിട്ടും ഉണ്ട്. അപ്പൊ വിജയം തുടരെ തുടരെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ എന്ത് തുടർന്നുകൊണ്ടേയിരിക്കണം? പഠിക്കല് തുടർന്നുകൊണ്ടേയിരിക്കണം. പഠനം എന്ന് നിന്നോ അന്നെല്ലാം തീർന്നു, അല്ലെ? അതാണ് പറയുന്നത് the more you learn, the more you earn. എത്രമാത്രം നിനക്ക് പഠിക്കാനാകുമോ അത്രമാത്രം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏൺ ചെയ്യാൻ പറ്റും, അല്ലെ? ഇവിടെ നിങ്ങൾ ആലോചിക്കുക, കൂട്ടിയുടെ പുസ്തകത്തിന്റെ ഉയർച്ചക്കൊത്ത് അദ്ദേഹത്തിന് ഒരുപാട് സമ്പാദിക്കാൻ പടവുകൾ ഒരുപാടുണ്ട്. പക്ഷെ വായിക്കാത്ത, വളരാത്ത, മനസ്സ് വികസിക്കാത്ത, പഠിക്കാനോ ലേൺ ചെയ്യാനോ മുന്നോട്ട് വരാത്ത വ്യക്തിക്ക് 2 സ്റ്റെപ്പ് അതിന്റെ അപ്പുറത്ത് പോകാൻ വയ്യ. സ്വർണ്ണോ അതുകൊണ്ടാണ് മിസ്റ്റർ വാരൻ ബഫറ്റ് എന്ത് പറഞ്ഞത്? ഞാൻ അതിനെ ചിത്രങ്ങളിലൂടെ സംസാരിക്കുന്നറിയോ? പറയുന്ന വരിയേക്കാൾ നിങ്ങളുടെ ബ്രെയിനിൽ ഏത് കോറിയിടപ്പെടും? ചിത്രം. അതുകൊണ്ടാണ് ഇത്രയും ഡിസ്പ്ലേ ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ചെറിയ സാധനമല്ല. സ്ലൈഡ് ഉണ്ടാക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് വരുന്നത്. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂർ. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് the best investment you can make is an investment in yourself. The more you learn, the more you earn.
പറയുന്ന വാക്കൊന്നാണ്. നിങ്ങൾ ജീവിതത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആരിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്? ഗോൾഡിലാണോ? അല്ല. IT-യിലാണോ? അല്ല. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലാണോ? എഡ്യൂക്കേഷനിലാണോ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ്? അല്ല. ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എവിടെ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റാ? നിങ്ങളിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഈ സാധനത്തിന് വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്. അതിനേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ലോകത്തില്ല. ബിക്കോസ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഒരു 6 മാസത്തിന് ശേഷമുള്ള റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി ആവശ്യമുണ്ടോ? നിങ്ങൾ വല്ല എന്താ പറയാ സസ്യങ്ങളോ അല്ലെങ്കിൽ പ്ലാന്റേഷനോ, നമ്മൾ പറയില്ലേ കർമ്മത്തി അല്ലെങ്കിൽ കർമൂസ, നിങ്ങൾ എന്ത് പറയുന്നതിന് പപ്പായ, അത് വല്ലതും നട്ടോ? ചെറിയ സാധനങ്ങൾ, പൂളയും അല്ലെങ്കിൽ കപ്പയും പോലെയുള്ള സാധനങ്ങളൊക്കെ നട്ടോ? അതല്ല നിങ്ങൾക്കൊരു 10-20 കൊല്ലത്തിന് ശേഷം റിസൾട്ട് കിട്ടിയാൽ മതി, അങ്ങനെ ഒരു സാധനം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചക്ക, മാങ്ങ, തേങ്ങ പോലെയുള്ള സാധനം നട്ടോ? അപ്പൊ എന്ത് ചെയ്യും? തയ്യായി വന്ന് 10-15 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറെ ചക്കയും മാങ്ങയും കിട്ടിക്കോളും. ഏതുവരെ? വെള്ളപ്പൊക്കം വരെ, അല്ലെങ്കിൽ ഒരു 2-3 തലമുറ കഴിയുന്നവരെ. നേരെ മറിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ, അനന്ത നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ ആരെ നട്ടോ? മനുഷ്യനെ നട്ടോ? നല്ലൊരു കൈയോട് കൈ പ്രൊജക്ടിന്, ബിസിനസിന്. നമ്മളിവിടെ ചെയ്യുന്ന ബിസിനസ് എന്താണ്? മനുഷ്യന്മാരെ നടുന്ന ബിസിനസ് ആണ്. ദാറ്റ് ഈസ് പീപ്പിൾ ബിൽഡിംഗ് ബിസിനസ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ പ്രൊജക്ട് അനന്തമായി പോകുന്നു വന്നത്. അതുകൊണ്ട് ആ ആളുകളൊക്കെ ആരാണ്? മാറാൻ തയ്യാറായത്, പഠിക്കാൻ തയ്യാറായ ആളുകളാണ്. ഇവിടെ നമുക്ക് അഭിമാനമുണ്ട്. ലോകത്ത് ഏതൊരു മനുഷ്യർ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ പിറകിലാണ് ജയിച്ചത്, അല്ലെ? നമുക്കറിയാൻ പറ്റും യേശുദാസ് നല്ലൊരു പാട്ടുകാരനായിരുന്നു. ഏതിലൂടെ പൈസ ഉണ്ടാക്കിയത്? ഇൻഡസ്ട്രി ഏതാ? മ്യൂസിക്കൽ ഇൻഡസ്ട്രിയാണ്, അല്ലെ? മിസ്റ്റർ SRK, ഷാറുഖ് ഖാൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ സെലിബ്രിറ്റി ആൻഡ് അഭിനയ കലയുടെയും മൂർത്തിമത്ഭാവമായ ഷഹീൻ ഷാ ഓഫ് ബോളിവുഡ്. അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രി ഏതാ? ഫിലിം ഇൻഡസ്ട്രി ആണോ, അല്ലെ? പാട്ട് പാടി കോടികൾ കൊയ്തെടുത്ത മനുഷ്യനാ. ഒരു പാട്ടിൽ നിന്ന് 3 കോടിയും 5 കോടിയും വാങ്ങുന്ന മിസ്റ്റർ AR റഹ്മാൻ ആണോ, അല്ലെ? അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രി ഏതാ? ഫിലിം ഇൻഡസ്ട്രി. MA യൂസുഫ് അലി ഒരു ഇൻഡസ്ട്രിയുടെ പാർട്ടായതുകൊണ്ട് അദ്ദേഹം യൂസുഫ് അലി ആയത്. എന്താ കാരണം? അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രി ഏതാ? റീറ്റെയിൽ ഇൻഡസ്ട്രി ആണോ, അല്ലെ? ഗോൾഡിൽ കളിച്ച ഇതിഹാസം കൊണ്ടാണ് ജോയ് ആലുക്കാസുമാരും മലബാർ ഗോൾഡ് മുഹമ്മദ് പോലെയുള്ള ആൾക്കാരൊക്കെ വളർന്നു വന്നത്. അവിടെ എന്താ? ജ്വല്ലറിയുടെ ഇൻഡസ്ട്രിയാണ് ആണോ, അല്ലെ? ലോകത്ത് ഇ-കൊമേഴ്സിന്റെ ഇൻഡസ്ട്രിയിലാണ് ജെഫ് ബെസോസുമാർ തിളങ്ങിയത്. IT സെക്ടറിന്റെ ഇൻഡസ്ട്രിയിലാണ് സുക്കർബർഗ് ഫേസ്ബുക്കിലൂടെ തിളങ്ങിയത്, അല്ലെ? എലൻ മസ്കുമാർ തിളങ്ങിയത് സ്പേസ് എക്സ് ഇൻഡസ്ട്രിയിലൂടെ. വലിയ വലിയ സംഭവവികാസങ്ങൾ ലോകത്തെ ഏതൊരാൾ തിളങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ പിറകിലാണ് തിളങ്ങിയത് ആണോ, അല്ലെ? നിങ്ങൾ ഇൻഡസ്ട്രി ഏതാ? തിളങ്ങാൻ പോകുന്ന നിങ്ങളുടെ ഇപ്പൊ കാലം ബൾബാ. നിങ്ങൾ തിളങ്ങാൻ നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രി വേണം. ഏതാ ഇൻഡസ്ട്രി? അല്ല, ഒന്നിലൊതുങ്ങുന്നില്ല. ഈ ലോകത്ത് ഒരു തീരുമാനമെടുത്താൽ ലോകത്തിന്റെ തലവര മാറ്റിത്തിരുത്തുന്ന 8-ലധികം ഇൻഡസ്ട്രി തൊട്ടുവെച്ച ഒരു മനുഷ്യനെ ഇന്ത്യയിലുള്ളൂ. ദാറ്റ് ഈസ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനി ആവശ്യമുണ്ടോ? അവനാണ് ഒരു ഇൻഡസ്ട്രിയുടെ ആളല്ല. ആ സ്ക്രീനിൽ കാണുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ, എഡ്യൂടെക് ഇൻഡസ്ട്രിയുടെ, B2B ഇ-കൊമേഴ്സിന്റെ, റവല്യൂഷണറി കൺസെപ്റ്റ് ആകുന്ന വെൽനസ് വിപ്ലവത്തിന്റെ, ഓർഗാനിക് ഫാമിന്റെ തുടങ്ങി ലോകത്തിന്റെ ഇതിഹാസം തീർക്കുന്ന എന്തെല്ലാമൊക്കെ ഇൻഡസ്ട്രി ഉണ്ടോ അത് മുഴുവൻ ഒരു ഒപ്പ് ചാർത്തിയാൽ ഒറ്റടിക്ക് കിട്ടുന്ന ഒരാളെ ലോകത്ത് ഇനി വരാനുള്ളൂ. ദാറ്റ് ഈസ് MI ലൈഫ് സ്റ്റൈൽ. അതാണ് നമ്മളുടെ ഭാഗ്യം. മനസ്സിലാക്കുന്നത്? ആർക്കും മനസ്സിലായില്ലേ? കവചപ്രാശം തിന്നിട്ടുള്ളതല്ലാതെ നമ്മൾ തൊട്ട സാധനത്തിന്റെ വില അറിയണം. അത്രയും വലിയൊരു സാധനത്തിന്റെ പിറകിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടല്ലേ ലീഡർമാർ ഓടിപ്പോൻ ഇവിടെ വന്നിരിക്കുന്നത്. സോ സീരിയസ്ലി ഇതാണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അറിയുന്ന ആൾക്കാർക്ക് കൈവയ്ക്കാൻ ഡെഫിനിഷൻ അറിയുന്ന ആൾക്കാർ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണ് ഡെഫിനിഷൻ അറിയുന്നവർ കൈവക്കാം. എന്തെങ്കിലും വിശദീകരണോ വേണ്ടെന്ന് ഉറപ്പിക്കാനാണ്. അറിയില്ല, ഏകദേശം GTS പോയ ആൾക്കാർ കൈവയ്ക്കാൻ, GTS പങ്കെടുത്ത ആൾക്കാർ ഓക്കെ, അവർക്ക് ഏകദേശം ഐഡിയ കിട്ടും. ആശയം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്റെ പേര് ഇസ്മായിൽ, ഞാൻ ഒരു വസ്തു ഉപയോഗിക്കുന്നതെങ്കിൽ തിരൂരത്തെ ഏതെങ്കിലും ഒരു ഷോപ്പ് നിന്നായിരിക്കും, അല്ലെങ്കിൽ എന്റെ നാട് വരുന്നത് തെയ്യാലയാണ്, അവിടുത്തെ ഷോപ്പ് നിന്നായിരിക്കും ആണോ, അല്ലേ? ആ തെയ്യാലയിലെ റീറ്റെയിൽ ഷോപ്പുകാരൻ ആ സാധനം വാങ്ങിച്ച തിരൂരിലെ ഒരു ഹോൾസെയിൽ നിന്നായിരിക്കും ആണോ, അല്ലെ? തിരൂരിലെ ഹോൾസെയിൽക്കാരൻ വാങ്ങിയിരിക്കുന്നത് വേറൊരു വലിയ ജില്ലാ തല സപ്ലയർ കാലിക്കറ്റുന്നോ പരിസരത്തുനിന്നോ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അത് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എറണാകുളത്തുനിന്നോ പരിസര പ്രദേശങ്ങളിൽ നിന്നോ എവിടെന്നെങ്കിലൊക്കെ ആയിരിക്കും. ക്ലിയർ? അയാൾ വാങ്ങിയത് വലിയൊരു ഫാക്ടറിയിൽ നിന്നായിരിക്കാം. ഫാക്ടറി, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, CNF ഏജന്റ് തുടങ്ങി ഇടത്തട്ടുകാർ ഒരുപാട് ആൾക്കാരുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഞാൻ ആ 100 രൂപയുടെ സാധനം വാങ്ങിച്ചത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ ആ വസ്തു മാർക്കറ്റിൽ വരുന്നത് 40 രൂപയ്ക്കാണ്. എത്ര രൂപയ്ക്കാണ്? ഇപ്പൊ 40 രൂപയുടെ സാധനം ഞാൻ വാങ്ങിയത് എത്ര കൈ? 100 രൂപയ്ക്ക്. എത്ര രൂപ കൂടി? 60 രൂപ കൂടി. ഈ 60 രൂപ ആരെടുത്തത്?
ഇടത്തട്ടുകാർ. ആ ഇടത്തട്ടുകാരെയാണ് ഈ വരച്ചത്. കണ്ടോ ഈ നിൽക്കുന്ന ആൾക്കാർ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ. ഈ വരച്ചിരിക്കുന്ന ആൾക്കാരാണ് 40 തൊട്ട് 60% പൈസ എടുക്കുന്നത് പരസ്യക്കാരടക്കം. ഓക്കെ, ഇവിടെ എന്താണ്? ഇതാണ് ട്രഡീഷണൽ ബിസിനസ്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാലോ ഈ ആൾക്കാരെ മുഴുവൻ എന്ത് ചെയ്യുക കണ്ടോ ഒഴിവാക്കിയിട്ട് ഉൽപ്പന്നം നേരിട്ട് എവിടുന്ന് മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന്. കാര്യം നമ്മളുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഏതാണ്? MI ലൈഫ് സ്റ്റൈൽ. ഇവിടുന്ന് നേരിട്ട് ആരിലേക്ക്? ഈ പച്ച ലൈറ്റ് എത്തിയ നിങ്ങളിലേക്ക്. മനസ്സിലായോ? അപ്പൊ ഈ പൈസ ആർക്ക് കിട്ടും? ഈ 40 തൊട്ട് 60% പൈസ ആർക്ക് വരും? നമുക്ക് വരും. ഈ പ്രതിഭാസത്തെ എന്ത് വിളിക്കുന്നു? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നു. നല്ലൊരു ഐഡിയ കൊടുക്കാൻ തിരിഞ്ഞല്ലോ, തിരിയാതെ പ്രശ്നമല്ലോ. അപ്പൊ എന്ത് തിരിയാതെ പെട്ടെന്ന് പറയാ ചിത്രത്തിലൂടെ നമുക്ക് സംസാരിച്ചു പോകാനാണ്. ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലോകത്തിലെ ഇതിഹാസമാണെന്ന് പറയാത്തവരാരാണ്? ശരിക്കും ക്ലാസ് സ്ക്രീനിൽ നോക്കുക. ഇത്രയും വലിയ നെടുനീളൻ ആളുകൾ പറഞ്ഞാലും നമ്മൾ പറയും അയൽവാസിയുടെ കാക്ക ഇങ്ങനെ പറഞ്ഞില്ല, ചേച്ചി ഇങ്ങനെ പറഞ്ഞില്ല, താത്ത ഇങ്ങനെ പറഞ്ഞില്ല, ആണല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിനെ ആരങ്ങനെ പറഞ്ഞത്? ഒന്ന് നമ്മുടെ സ്റ്റീഫൻ ആർ കെവി. ആരാണ് ആ വ്യക്തി? ഇന്ന് ലോകത്തിലെ വിജയിക്കാൻ ദാഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി മക്കളുണ്ടെങ്കിൽ ഞാൻ എന്റെ വിദ്യാർത്ഥികളോടൊക്കെ വായിക്കണമെന്ന് നിർബന്ധിച്ചു പറഞ്ഞൊരു പുസ്തകമുള്ളൂ 7 Habits of Highly Effective People. ലോകത്തിന്റെ തലവരെ മാറ്റി തിരിച്ച ലോകം കണ്ട വേൾഡ് ക്ലാസ് ലീഡേഴ്സിനുണ്ടായ 7 സ്വഭാവങ്ങളെ ഇന്ന് പറയുകയും അത് 10-40 കൊല്ലത്തെ പഠനത്തിലൂടെ കണ്ടെത്തി ഇന്ന് ഏതൊരു മനുഷ്യൻ ജയിക്കാനും ആ പുസ്തകം വായിച്ച സ്വഭാവം തന്നെ ഉണ്ടാക്കിയാൽ അയാൾക്ക് ജയിക്കാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ട് സെല്ലർ, ചൂടപ്പം പോലെ വിജയിക്കപ്പെട്ട ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പ്രൊഫസേഴ്സ്, മിനിസ്റ്റേഴ്സ്, ആരെല്ലാം ഒക്കെ രാജാവാകാൻ താല്പര്യമുണ്ടോ അവർക്കൊക്കെ വായിക്കാൻ പറ്റിയ പുസ്തകം. അയാൾ അത് മാത്രമല്ല 980 തൊട്ട് അമേരിക്കയിൽ നിന്ന് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസ്ഥാനമുണ്ട്. ലോകത്തിലെ വലിയ മൾട്ടി മില്യനേഴ്സിനെയും കോടിപതികളെയും മെന്ററിംഗ് നടത്തുന്ന അയാൾ പറയാണ് ഇനി വരാൻ പോകുന്ന വിപ്ലവം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് അയാൾ പറയണം. അടുത്ത വാരൻ ബഫറ്റ്. ലോകത്തിലെ 10 കോടീശ്വരന്മാരെടുത്താൽ അന്ന് 10-ലുണ്ടായിരുന്നു, 5-ലുണ്ടായിരുന്നു. ടോപ്പ് 1 ലോകത്തിലെ നമ്പർ 1 കോടീശ്വരനായിരുന്നു. പക്ഷെ 90% സംഖ്യ പാവങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. എന്താണ് ഇന്ന് ടോപ്പ് 10-ൽ നിൽക്കുന്നു. ലോകത്തിന്റെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. ബിൽ ഗേറ്റ്സിനെ പോലെയുള്ള ആൾക്കാരുടെ മെന്ററാണ്. ആ വ്യക്തി പറയുന്നു ലോകത്തിന്റെ തലവര മാറ്റുന്ന പ്രൊജക്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണെന്ന്. ഈ ആൾക്കാരുടെ ആ പേര് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അദ്ദേഹം 3 കമ്പനിയെ ഇന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മലേഷ്യയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ആണല്ലേ? സ്വന്തം 3 കമ്പനി വെർച്വൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഷെയറിലുണ്ട്. ബിൽ ഗേറ്റ്സ് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. മിസ്റ്റർ ബ്രെയിൻ ട്രേസി, ലോകം കണ്ട ഏറ്റവും വലിയ ട്രെയിനർമാര്, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, ബിസിനസിന്റെയും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഫോമിന്റെ ഒക്കെ. റിച്ചാർഡ് ബ്രാൻസൺ 400 കമ്പനിയുടെ ചെയർമാൻ. ഒരു കമ്പനിയുടെ അല്ല, യൂസുഫ് അലി ലുലു മാളിന്റെ ചെയർമാനാണ്, ആണോ അല്ലേ? 400 ചില്ലാനും ലുലു മാളുകൾ സ്വന്തമായുള്ള ലോകം കണ്ട ഏറ്റവും വലിയ വെർജിൻ ഗ്രൂപ്പ് ഫ്ലൈറ്റ് കമ്പനികളുടെ വലിയ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ 100 വർഷത്തിനിടയിൽ ലോകം വിറപ്പിച്ച 100 ആളുകളുടെ പേര് ബ്രിട്ടൻ പ്രഖ്യാപിച്ചപ്പോ അതിൽ തന്റെ പേര് ചേർത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണത്തിന് ശേഷം ഈ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ലോകം സ്വാധീനിച്ച 100 ആളുടെ പേരിൽ തന്റെ പേര് ചേർത്ത ലോകം വിറപ്പിച്ച മനുഷ്യനാണ് റിച്ചാർഡ് ബ്രാൻസൺ. ഇന്നത്തെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന കോടീശ്വരനാണ്. ആ വ്യക്തിയും പറയുന്നു ഞാൻ ഏറ്റവും വലിയ ബിസിനസ് ചെയ്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നമ്മുടെ പ്രശ്നം എന്താണ്? ചെറിയച്ഛൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ചെറിയമ്മ അങ്ങനെയല്ലോ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലത്തെ അക്ബർ മാഷ് അങ്ങനെയല്ലോ പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ പൊട്ടന്മാര്. ആരാ ഇതിന്? ബാലപടിയുടെ ടീച്ചർ. ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ ആന്റണി റോബിൻസൺ. ആരാണത്? ലോകത്തിലെ ഇന്റർനാഷണൽ ട്രെയിനർ. ഓരോ ട്രെയിനിങ്ങിന് അദ്ദേഹത്തിന് ബുക്ക് ചെയ്യാൻ ഞങ്ങൾ ട്രെയിനിങ്ങിന് ബുക്ക് ചെയ്യുന്നു. അപ്പൊ കുറഞ്ഞ $1 എന്നാണ് കണ്ടത്. ഞങ്ങൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ $1 ഞാൻ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോ 1.5 ലക്ഷം. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ അടുത്ത ട്രെയിനിങ് ബുക്ക് ചെയ്തോളാം. ഇന്ത്യയിൽ നിന്ന് ഓൺലൈനിൽ അദ്ദേഹത്തിന് ട്രെയിനിങ് ബുക്ക് ചെയ്യാൻ 1.5 ലക്ഷത്തിന്റെ അടുത്താണ്. മനസ്സിലായോ? കൊറോണ സമയത്ത് ഒരു ഇന്റർനാഷണൽ ട്രെയിനിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അതേപോലെ തന്നെ ലെസ് ബ്രൗണിനെ പോലെയുള്ള ആൾക്കാർ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എന്താ പറയാ IAS അക്കാഡമിയിലെ നമ്പർ 1 റാങ്ക് തന്റെ പേരിൽ കുറിച്ച് ഇന്ന് നീതി ആയോഗിന്റെ ചെയർമാൻ പദവി അലങ്കരിച്ച മിസ്റ്റർ എന്താ പറയാ അമിതാഭ് കാന്ത് IAS പോലെയുള്ള ആളുകൾ. ഇവരൊക്കെ പറയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ് ഇനി ഏറ്റവും വലിയ അത്ഭുതം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ റവല്യൂഷൻ എവിടേക്ക് പോകണമെന്ന് തീരുമാനിച്ച നീതി ആയോഗിന്റെ തലപ്പത്തെ ഒരു വ്യക്തി പറയാണ് ഇനി ഇന്ത്യ കാണാൻ പോകുന്ന കോടീശ്വരന്മാരെ ഉണ്ടാക്കുന്നത് ആരാണ്? ഡയറക്ട് സെല്ലിംഗ് നമ്മളാണ് എന്ന് പറയുമ്പോൾ എത്ര അഭിമാനം നമുക്കുണ്ട്. എന്നാലും നമുക്കെന്ത് സാറെ കമ്പനിയൊക്കെ സാറാണ്, പക്ഷെ ഞാൻ വേറെ ജോലി അന്വേഷിക്കുകയാണ്. എന്താ അവരോടൊക്കെ പറയും, ഏത് ക്ലാസ്സാണ് നീ കൊടുക്കേണ്ടതെന്ന് പറയും. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ഈ ക്ലാസ്സിന് ശേഷം ഉണ്ടെങ്കിൽ ശശി കടവത്ത് സാർ നോക്കൊന്നും വേണ്ട, ഒന്നും ഞാൻ നീക്കാണ്ട്. അപ്പൊ ഞാൻ ഇത്രയും കൊല്ലത്തിലേക്കൊക്കെ കൊടുത്തിട്ട് അപ്പൊ സീരിയസ്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതാ
ഈ സ്റ്റൈൽ നോക്കുക, വേൾഡ് വൈഡ് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി, ലോകം മുഴുവനും ഇന്ന് പടർന്ന് പന്തലിക്കാണ്. ഇവിടെ തായ്ലൻഡിൽ 5% ഉണ്ട്, മലേഷ്യയിൽ 9% എന്ന ബിസിനസ്സാണ്. ഇസ്ലാമിക രാജ്യമാകുന്ന മലേഷ്യയുടെ കണക്കിൽ പറയുന്നത് 3 കോടി ജനതയുള്ള മലേഷ്യയിൽ ഒരു വർഷത്തെ ടേൺ ഓവർ 30,000 കോടിയാണ്. ഒരു വർഷത്തെ ടേൺ ഓവർ 30,000 കോടി. മലേഷ്യയിലെ ജനത 3 കോടി. ഇന്ത്യയിലെ ജനത 140 കോടി. 140 കോടി എത്ര ഡിവൈഡ് ബൈ 3 ഉണ്ട് നോക്കുക, 45. 45 30,000 കോടി കുറിച്ച് നോക്കുക, എത്ര ലക്ഷം കോടിയാണ് ഇന്ത്യയിൽ ഇനി വരാൻ നിൽക്കുന്നത്. ദാറ്റ് ഈസ് പവർ ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്. നമ്മളുടെ ഭാഗ്യമാണ്. ഇനി ലോകം ഞെട്ടാൻ പോവാണ്. ആലോചിച്ച് നോക്ക്, 3 കോടി ജനതയുള്ള ഇസ്ലാമിക രാജ്യമെന്ന മലേഷ്യയിൽ 30,000 കോടി പെർ ഇയർ എന്തുണ്ട്, ആനുവൽ ടേൺ ഓവർ ഉണ്ട് എന്തിന്റെ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ. ഇന്ത്യയിലോ, ഇന്ത്യ മലേഷ്യക്കാട്ടി എത്ര വലിപ്പമുണ്ട്? 1 ഇരട്ടി, 2 ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടി, 5 ഇരട്ടി, 6, 7, 8, 9, 10, 11, 12. ഞാൻ എണ്ണിക്കൊണ്ടിരിക്കണം, 45 ഇരട്ടിന്റെ മേലുണ്ട്. മനസ്സിലായോ? അപ്പൊ 30,000 കോടി 45 ഇരട്ടി വെച്ച് കുഞ്ചു നോക്കി, കാൽക്കുലേറ്റർ കൂട്ടിയില്ലെങ്കിൽ ഉത്തരം പറയും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ കണ്ടു. ഇതന്നെ നിങ്ങൾ കേട്ട കമ്പനി അങ്ങനെ തന്നെയല്ലേ? വേറെ ഇയാളെ വേറെ കമ്പനി നമുക്ക് പറഞ്ഞൊന്നുമില്ല, നിങ്ങളൊക്കെ ചെയ്യുന്ന അതേ കമ്പനി തന്നെയാണ്. സംഗതി മനസ്സിലായോ? ഇങ്ങനെ കേട്ടിട്ട് വരാത്തതുകൊണ്ടാണ്. ഇനി എല്ലാ ട്രെയിനിങ്ങുകൾ വരൂലേ? ഒന്നുമില്ലേ? കിട്ടേണ്ട സാധനം കിട്ടിയപ്പോ എല്ലാവരും വരും. ഓക്കെ, ഇത് നോക്കിയാ നിങ്ങൾ മന്ത്രി പ്രമുഖന്മാരെ തൊട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രൊഫഷണൽസിന്റെയും ഇക്കണോമിക്സിന്റെയും ഒക്കെ 100% ശരിവെച്ച ഒപ്പ് പേപ്പർ IDS, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ, FDS, ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ, അതേപോലെ തന്നെ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ, അതുപോലെ FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി തുടങ്ങി ഇന്ത്യയിലെ ഒതന്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിരിക്കുന്ന നേർരേഖയുടെ പകർപ്പാണ് സർട്ടിഫിക്കറ്റ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് പച്ചപ്പൊടി കാണിക്കുന്ന മന്ത്രിമാരുടെ ഓരോ റിപ്പോർട്ടുകളാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തുണ്ടാക്കുക. ഞാൻ ഏതായാലും ഉറപ്പ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇതൊക്കെ കിട്ടും. 10 അല്ല 10,000 സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഞാൻ കളിക്കാൻ റെഡിയാണ്. അത്രയും ടോപ്പ് സാധനങ്ങൾ ചെയ്യുന്നത്. സോ ഇതല്ലേ നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഇഗ്നൈറ്റ് യുവർ ഡ്രീംസ്. സ്വപ്നമില്ലാത്തവർക്ക് എന്തില്ല, ഈ ബിസിനസ് മനസ്സിലാവില്ല. നമ്മുടെ സ്ലൈഡിന്റെ അതല്ലെങ്കിൽ നമ്മളുടെ പോസ്റ്ററിന്റെ ആദ്യ വരി എന്തായിരുന്നു? ഡ്രീംസ് ആൻഡ് ഗോൾസ്. ഈ ലോകം സംശാതമാക്കിയത്, സുഭിക്ഷമാക്കിയത് ആരാ? സ്വപ്നം കണ്ടവനാ, ആണോ അല്ലേ? ഈ ലോകത്തിനെ ഉണ്ടാക്കിയതാരാ? ദ ഡ്രീമേഴ്സ് ആർ ദ റിയൽ ക്രിയേറ്റേഴ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ നിർമ്മാണം നടത്തിയതാരാ? സ്വപ്നം കണ്ടയാളാ, ആണോ അല്ലേ? ഈ നിൽക്കുന്ന ധരിച്ച കോട്ട് ഏതോ പട്ടുനൂൽപ്പുഴയുടെ എന്തോ ഒരു ദ്രാവകമായി നിന്നിരിക്കാം. പിന്നീട് അത് പ്രോസസ്സുകൾ നടത്തി ലാസ്റ്റിൽ കോട്ടായി ഞാൻ അണിഞ്ഞിരിക്കാം, ആണോ അല്ലേ? ഞാനും നിങ്ങളും അണിഞ്ഞിരിക്കുന്ന മേൽവസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന സർവ്വരും ആരോ കണ്ട സ്വപ്നമാണ്, ആണോ അല്ലേ? ആരോ കണ്ട സ്വപ്നം ഉണ്ടായതുകൊണ്ടല്ലേ ജ്യോതി സാർ നമ്മൾ അതിൽ ഇരുന്നത്, ആണോ അല്ലേ താത്ത? ആ എഴുതുന്ന പേന ആരോ കണ്ട സ്വപ്നമല്ലേ? ആ നിൽക്കുന്ന കടലാസ് ആരോ കണ്ട സ്വപ്നമല്ലേ? ഈ കത്തുന്ന ലൈറ്റ്, ഇന്നീ ഉപയോഗിക്കുന്ന ഈ സാധനം, ഈ മൈക്ക് ആരോ കണ്ട സ്വപ്നം, ആണോ അല്ലേ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജീവിക്കേണ്ട ഓരോ മുക്കുമൂലയിലും ആരോ കണ്ട സ്വപ്നത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ആരൊക്കെയോ കണ്ട സ്വപ്നം കൊണ്ടാണ് നമ്മൾ ജീവിച്ചത്, ആണോ അല്ലേ? ഇനി അടുത്ത തലമുറ ജീവിക്കണമെങ്കിൽ ആര് സ്വപ്നം കാണണം? അതുകൊണ്ട് ആ സ്വപ്നം കണ്ടില്ലെങ്കിൽ അവൻ മൃഗമാണ് എന്ന് പറയുന്നത്. നിങ്ങൾ തീരുമാനിക്കുക. ലോകത്ത് മനുഷ്യൻ ആരാണ് എന്ന ചോദ്യം ഒറ്റ ഉത്തരേ ഞാൻ കൊടുക്കുള്ളൂ. ഹി ഈസ് എ ഡ്രീമർ. സ്വപ്നം കാണുന്നവൻ മാത്രമാണ് ആര്? മനുഷ്യൻ. വേറെ തെളിവുകളൊന്നും വേണ്ട. തെളിവ് എത്രയും വേണമെന്ന് പറയാം. അല്ലെങ്കിൽ ഡ്രീമിന്റെ സെഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ലെവലിൽ തെറ്റിക്കൊണ്ടോ അല്ലേ? എന്റെ കൈക്കന്ന് പോയി എന്ന് പറഞ്ഞാൽ അദ്വൈതാപര ഭാവസ്പന്ദിത വ്യക്തി മേഖല മുഖി എന്ന് പറഞ്ഞ ക്ലാസ്സാണ് എന്റെ ഉണ്ടാക്കാം. കാര്യം എന്റെ ഇത്രയും കാലത്തെ 10-30 ട്രെയിനിങ് സബ്ജക്റ്റിൽ ഏറ്റവും ടോപ്പ് ഞാൻ എടുത്ത സബ്ജക്ട് ഡ്രീമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അല്ല കാനം എടുത്ത് കവർ കിട്ടും. ഇവിടുന്ന് കിട്ടുമെന്ന് അറിയില്ല, വലിയൊരു കട്ടിയുള്ള കവർ കിട്ടും. അതാണ് കാരണം. ഇങ്ങനെയാണ് ഇങ്ങനെ 500 തല ഇങ്ങനെ അത് 25,000 അഞ്ചലോട് പറയും. ചിലപ്പോൾ ഡ്രൈവറായിട്ട് ചിലപ്പോൾ കൂട്ടുകാരന്മാരെ കൊണ്ടുപോകും. ഡ്രൈവർക്ക് എന്തായാലും 10,000-5,000 കേട്ടോ. ഓക്കെ, അവര് 2 കെട്ടിക്ക് വിളിച്ചു. ഇന്ത്യ കിട്ടുമ്പോൾ നോക്കണ്ട, ഞാൻ ഇങ്ങനെ എണ്ണലാണ്. അതുകൊട്ടെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, ആ കവറിന്റെ മുകളിൽ എന്റെ പേര് അവർ കൊടുക്കാറില്ല. ഡ്രീംസ് അല്ല, സ്വപ്ന വ്യാപാരി എന്നാണ് കൊടുക്കാറ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇസ്മായിൽ വിളിക്കപ്പെടാനല്ല, ഡ്രീംസ് അല്ല, ഞാൻ സ്വപ്നമാണ് വിളിക്കുന്നത്. കാര്യം എന്താ? ഈ സ്വപ്നം കണ്ടാൽ ഈ ലോകത്തൊരു മാറ്റം വരും. എസോർണോ? വേറെ ഒരു ഉപദേശം ഒരാൾക്ക് കൊടുക്കണ്ട. പണ്ടൊക്കെ ഞാൻ എഡ്യൂക്കേഷണൽ കൗൺസിലറായ സമയത്ത് കുട്ടികളുടെ സമയത്ത് മോനെ സയൻസ് സ്ട്രീമിലാണെങ്കിൽ മോൻ ഇത് ഉപയോഗിക്കോ? എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് വരുന്ന പിള്ളേർക്ക് കൊടുക്കുന്ന കൗൺസിലിംഗ് ഉണ്ടായിരുന്നു, കരിയർ കൗൺസിലിംഗ്. ഇപ്പൊ ആ പരിപാടിയെ നിർത്തി 5-8 കൊല്ലമായിട്ട്. ഇന്ന് ബിസിനസ് ഉണ്ടായതുകൊണ്ട് മറ്റൊന്ന് അതിനേക്കാൾ പ്രധാനം. എന്തിനാ ഞാൻ സബ്ജക്ട് പറഞ്ഞെടുക്കുന്നത്? നമുക്ക് സ്വപ്നം കൊടുക്കാൻ പോലെ ആവശ്യത്തിലുള്ള ചെയ്യട്ടോ, ലോകത്തിൽ മാറ്റം കൊണ്ടട്ടെ, ആണോ അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജീവിതത്തിൽ മാറണോ? എന്ത് വേണം? സ്വപ്നം വേണം. നമ്മൾ സ്വപ്നത്തിൽ കിടക്കല്ലേ?
സ്വപ്നത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ പ്രഥമ ദൃഷ്ടിയ എല്ലാവരും പറയുന്നുണ്ട് സ്വപ്നത്തിന്റെ വിഷയത്തിൽ ചിലപ്പോ പെട്ടെന്ന് ഓടല് ഏത് പറഞ്ഞാലാ നല്ല വാഹനങ്ങൾ അല്ലെ. നിങ്ങൾ എന്ത് വന്നിരിക്കുന്നത് കാറോ ബൈക്കോ ബസ്സോ എന്തോ ആവട്ടെ, പക്ഷെ ഇതിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഈ വണ്ടി സ്വപ്നങ്ങളൊക്കെ കഴിക്കാൻ ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടി ഇതിന്റെ ഡ്രീമാന്ന് തോന്നുന്ന ആൾക്കാർ കുറച്ച് ആൾക്കാർ ഇനി സ്ക്രീനിൽ വരാണ്ട് തെക്കൂടുണ്ട് ഇതൊക്കെ വണ്ടി ഇപ്പൊ തന്നിട്ടേ ഞാൻ പോകുള്ളൂ. വണ്ടിന്റെ പിക്ചറും സ്വപ്നം ഞാൻ തരുള്ളൂ, ചാവിയും അങ്ങനെ ഇരിക്കണം. സോ സീരിയസ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നീ നിൽക്കുന്ന സാധനം അല്ലെ, ഒരു വെള്ള കുതിര, ഒരു കറുത്ത കുതിര, അത് നിൽക്കണോ പണി ഇതിന്റെ അളന്നോണ രസാടിച്ചു നോക്കാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഇരുന്ന് പോകും ഏത് അറിയോ, കുലുക്കി ചാട്ടാക്കുന്ന ബൈക്കാണ് അങ്ങനല്ലോ. അതിന് മൂട്ടിൽ ഒരു തുള്ളി എണ്ണ ഉണ്ടാവുള്ളൂ. അവിടെ ഞങ്ങൾ കല്യാണത്തിന് പോകുന്നതിന് മൂന്നൊക്കെ കൊണ്ടുപോയി ആണല്ലേ. പിന്നെ നമ്മളെന്താ ചെയ്താൽ ഇങ്ങനെ കണ്ട് കുലുക്കിയിട്ട് അതിന്റെ സാധനം പിന്നെ വണ്ടി പോക്കണം. അവളോട് പറയുന്നത് ആണ്ട് എത്തണപ്പോ നിന്നെ അല്ലടിച്ചാൽ നേരം അല്ലെ. വണ്ടി എടുത്തിട്ടൊക്കെ ചിന്തോലെന്ന് തോന്നിച്ചിരിക്കുന്നത് ഇത് ചെയ്യുന്നവർക്ക് മനസ്സിലാവില്ല. എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും വളരെ എവിടെ ഊതാനാണെന്ന് അത് ബൈക്ക് ഉപയോഗിക്കണം ചോദിച്ചാൽ മതി. ഇതൊക്കെ മാറണം താല്പര്യമുണ്ടോ ഇല്ലേ? ബൈക്കുമ്മ വിരുന്ന് വന്നാൽ എളാമിയും അമ്മായിയും ചെറിയമ്മയൊക്കെ നിർത്താം. മാനപ്പുഴായിരുന്നു നേരം വരച്ച് നിങ്ങളെങ്ങാനും വിരുന്ന് തീന്ന് ഇറക്കിയ കൂടി ഏതിന് ആ നിൽക്കുന്ന സാധനം ഏതാണത്? ഫോർച്യൂണർ. ഭാഗ്യം സിദ്ധിച്ചവന്റെ വണ്ടിയാണിത്. അത് വിറക്കി നല്ല തെറ്റിയാണെന്ന് പോണ സമയത്തുണ്ടാവും ഒഴുകിക്കറി അളാമന്റെ മരത്തിൽ മോൻ പച്ച ക്ഷീണിച്ചെന്ന് പറയും. അങ്ങനെ അവർ അടിക്കാൻ കൂടിയിട്ടുണ്ടാവും തടി. എന്നാലും അളാമന്റെ നോട്ടത്തിലും ചെറിയമ്മന്റെ നോട്ടത്തിലും നമ്മൾ തടി കുറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? നമ്മളല്ല തടി കൂട്ടുന്നത്, വണ്ടി തടി കൂടിയിരിക്കുന്നത്, സാധനം ഓടിക്കണം. ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട്. ഇതെന്താ ഉണ്ടെങ്കിലൊക്കെ റേഞ്ച് റോവർ ഇല്ലാത്തത്? ഇന്ത്യക്കാരെ റേഞ്ച് റോവർ ഇല്ലാത്ത കാരണം റേഞ്ച് റോവർ വണ്ടി ആരൊക്കെ കണ്ടാല് റേഞ്ച് ഓവർ ആയാലും ആരൊക്കെ റേഞ്ച് റോവർ ഉണ്ടായാല് റേഞ്ച് ഓവർ ആയാല് എന്താ നമ്മളൊക്കെ വണ്ടി ഇല്ലാത്തത്? നമ്മൾ റേഞ്ച് ഓവർ റേഞ്ച് ലോവറാണ്. മനസ്സിലായോ? അപ്പൊ റേഞ്ച് ഓവർ കിട്ടാനുള്ള പണി എന്താ? റേഞ്ച് ഓവറാക്കുക. അപ്പൊ എന്ത് വരും? നിങ്ങൾക്ക് എന്നെക്കാട്ടി മനസ്സിലായിട്ടില്ല. അതല്ല താത്താക്ക് ഇങ്ങനെ ബുദ്ധിയുണ്ടാ ഹെൽമെറ്റ് ഇട്ട് ആണാ പെണ്ണാന്ന് മനസ്സിലാവില്ല. മനസ്സിലായോ? മുടി ബാങ്ക് പോയത് ഉസ്താദ് സർവസ്താദ് ചീത്തറിയും. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഹെൽമെറ്റ് വെച്ച് പട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ അങ്ങാടിക്കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താണ് അല്ലേ, അതിന് നമ്മൾ പ്ലാൻ ചെയ്യാത്ത ആൾക്കാർ രണ്ട് പൊട്ടയാറെ ഇത് രസം ഉണ്ടാവും അറിയോ അല്ലെ. ഓരോ റിജക്ഷനും ഓരോ പൊട്ടാണ് വേണ്ടത് അല്ലെ. ഇത് ആദ്യം പൊട്ടിച്ച പൊട്ടിക്കൽ ഞാൻ ഫസ്റ്റ് വന്നപ്പോ ജോയിൻ ചെയ്യാൻ, രണ്ടാമത്തെ പൊട്ടിക്കൽ ഒരു പ്രാവശ്യം പൗതി തിന്നുകാണ്ട് ഇനി എനിക്ക് വേണ്ടാൻ വേണ്ടി തന്നില്ല. അതിന്റെ രണ്ടാമത്തെ പൊട്ടി ഇതൊക്കെ വരാനുള്ളതാണ്. ഞാൻ തിരിച്ചു വിട്ടു നോക്കിക്കൊണ്ട് അവിടെ തുടങ്ങിയ പൊട്ടിന്റെ സാധനം അവിടെ തിരിച്ചാണിക്കുള്ളൂ. ആ തിരിച്ചു വരാൻ. സോ സീരിയസ്ലി അങ്ങനെയെങ്കിൽ അങ്ങനെ അതല്ല. ഇതാണെങ്കിൽ താല്പര്യമുണ്ട്. നീ ഏതെങ്കിലും വണ്ടി താല്പര്യം കഴിയുകയാണ് ഓക്കെ. ഏതാ സാധനം? പെൻസിന്റെ അതോ പാവങ്ങളുടെ വണ്ടി? സാധുക്കൾ മാത്രം ഓടിക്കുന്ന വണ്ടിയാണ്. ഏതാണ്? റോൾസ് റോയ്സ്. ഏറിപ്പോയ ഒരു 6 കോടിയോ 7 കോടിയൊക്കെയുള്ള പാവങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇത് റോൾസ് റോയ്സ്. റോൾസ് റോയ്സിന് പ്രത്യേകതയുണ്ട്. അത് ലിമിറ്റഡ് വെർഷൻ ആക്കി നമുക്ക് ഇറക്കാം, കസ്റ്റമൈസ് ആക്കി ഇറക്കിയ അങ്ങനത്തെ ഒരു പീസ് ദുനിയാവിൽ ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലെ. ഓർഡർ കൊടുത്തതിന് ശേഷം അത് ഉണ്ടാക്കാൻ തോന്നുള്ളൂ. റോൾസ് റോയ്സിന് അങ്ങനത്തെ പ്രത്യേകത ഉണ്ട്. മനസ്സിലായോ? ബാക്കി ഏത് വണ്ടിക്കൊക്കെ അങ്ങാടി പോയി കണ്ട് തക്കാളി വാങ്ങാൻ ആ 2 പെൻസും തരാം. റോൾസ് റോയ്സ് അങ്ങനെ വാങ്ങാൻ പറ്റില്ല. ചോദിക്കും മോനെ ഏത് കളർ വേണം? ലോകത്ത് ഇല്ലാത്ത കളർ വേണം. ഓക്കെ കളർ. പിന്നെ കസ്റ്റമൈസേഷൻ എന്തൊക്കെയാണത്? അവിടെ എയർപോർട്ട് മറ്റേത് വർഷം അങ്ങനെ ഫുള്ള് പറഞ്ഞ പേപ്പർ കിട്ടിയിട്ട് വരുന്ന ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് വരാം. ആ ലെവലിൽ നമ്മളുടെ കസ്റ്റമൈസേഷൻ ഫിക്സ്ഡ് ആയതിനു ശേഷം മാനുഫാക്ചറിംഗ് തുടങ്ങുള്ളൂ. അത്രയും വെൽ യുണീക്ക്. ലോകത്തിലെ രാജാവാണ് റോൾസ് റോയ്സ്. താല്പര്യമുണ്ടോ? വന്നോളൂ. നമ്മുടെ ലൈഫ് റോൾസ് റോയ്സ് ആയാൽ മതി. ഇതാണ് ഏതേതാ സാധനം? ഇതിന്റെ പേര് നമ്മൾ കഴിക്കാൻ കാഡിലാക്കിന്റെ വണ്ടിയാണ്. ഓക്കെ, അത് BM അല്ലേ? അതാണ്. ഈ ചെറിയ പൈതമക്കളെ ശരിക്കും സ്വപ്നം കണ്ടത് ഞാൻ സത്യം പറയാം. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞ സ്വപ്നം തീർന്നി വിമാനം പത്തും പട്ടാളക്കാരനാവും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും അല്ലെ. 10 A+ കിട്ടിയപ്പോഴോ ഷിഫ്റ്റ്. പ്രധാനമന്ത്രി വേണ്ട, പഞ്ചായത്തിലെ ക്ലർക്ക് പരീക്ഷ പാസ്സായാൽ മതി. സ്വപ്നം എന്തോടാ പോയത്? വിവരം കൂടി. അവിടെ സ്വപ്നം വേണോ വിവരം പോകണം. മനസ്സിലായോ? സ്വപ്നം വരാക്കി പറ്റുള്ളൂ. ഒരു ആക്ടിവിറ്റി യൂസ് വേണം. ഫുള്ളുള്ള ആൾക്കാർക്ക് എന്ത് നടക്കൂല? സ്വപ്നം പറ്റൂല, ഈ ബിസിനസ്സും പറ്റൂല. ഒരു ആക്ടിവിറ്റി യൂസ് ഉള്ളവരെന്ന് കൈവടിയിലാണ്. ഞാൻ ഫുൾപ്പിനി യൂസ് ആണ്. ഞാൻ കാര്യമില്ല. കാരണം ബുദ്ധിയായിട്ട് നിന്നാൽ നല്ല പണിക്കാരനായി ഫാന്റെ ചോട്ടിന് നല്ല ഉദ്യോഗസ്ഥനാകും. നേരെ ഒരു ഇത്തിരി യൂസ് ആണെങ്കിൽ നല്ല പൈസ ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് ഒരു കൂട്ടുകാരൻ ഞാൻ ഈ ബിസിനസ് ഒക്കെ പറഞ്ഞേ എന്ത്
എടാ നിന്നൊക്കെ കണ്ടപ്പോ ക്യാമ്പസ് ഞങ്ങൾ ആഗ്രഹിച്ച് നിന്നെ പോലെ ആകണം. കാരണം ഈ ഹാൻഡിൽ ചെയ്യാത്ത സബ്ജക്റ്റ് ഇല്ല. 10th സബ്ജക്ട് എന്റെ 16 വയസ്സിൽ ഓർമ്മ ഔട്ട് ഓഫ് കേരളയിൽ പോയിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ വലിയ പ്രഭാഷണം നടത്തുന്നു. പല പല സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും പറയും ഇസ്മോ അഞ്ചമാനിക്കാവണം. ക്യാമ്പസിലെ ഇൽമുലും തുൽമുലും ഉണ്ട്. ഏത് കളി എടുത്താലും ഉണ്ട്. ക്രിക്കറ്റിലെ ക്യാപ്റ്റൻ ഞാൻ, ഫുട്ബോളിലെ ക്യാപ്റ്റൻ ഞാൻ, കളിയിൽ ഞാൻ, പഠനത്തിൽ ഞാൻ, ഇംഗ്ലീഷ് സ്പീച്ചിൽ ഞാൻ, എന്തെടുത്താലും ഞാൻ ഉണ്ട്. അവർ പറഞ്ഞ എന്നെ പോലെ ആകുന്നത്. അദ്ദേഹം പഹല് പറയുന്നത് ഞാൻ ഇൻഡസ്ട്രി തുടങ്ങിയപ്പോ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കണം എന്നെ പോലെ ആകണം. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞേ, അപ്പൊ ഞാൻ പറഞ്ഞു ബിരുദനായിട്ട് ഒരു മാസം 50,000 വാങ്ങാനെക്കാട്ടി നല്ലത് പൊട്ടനയക്കാണ്ട് ആഴ്ചയിൽ 2,50,000 വാങ്ങാൻ നല്ലത്. അല്ല ഏറ്റവും നല്ലത് അതിനതിന്റെ ആൻസർ. അപ്പോ സീരിയസ്ലി ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്. വാഹനങ്ങൾ ഒന്നെങ്കിൽ അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ BMW അടുത്തത് നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇൻഷാ അല്ലാഹ് 2030 മുന്നേ അല്ലെങ്കിൽ 2 വർഷങ്ങൾക്ക് അപ്പുറം ഇനിയും എന്നെ ട്രെയിനിങ്ങിൽ വിളിച്ചാൽ ഞാൻ ഇനി വരുന്നത് ഈ സ്ഥാനത്തിലാവും. അങ്ങനെ ചെറിയൊരു മോഹം ഞാൻ ആയിക്കോട്ടെ. ഇതൊക്കെ B6 ഇതൊക്കെ നിങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ജ്വരം വന്നു. നമ്മളിപ്പോഴും വണ്ടി തീരുമാനിച്ചിട്ടില്ല. മനസ്സിലായോ? ഒരു ഡ്രീം ചോദിച്ചാൽ വണ്ടി തീരുമാനിച്ചിട്ടില്ല. കാരണം എന്താ? സമയം ഉണ്ടല്ലോ. ആർക്ക് സമയം ഉണ്ടെന്നാണ് ഈ പറഞ്ഞത്? ആരും ഗ്യാരണ്ടീഡ് അബൌട്ട് ഫോർ ടുമോറോ? നാളെയുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഉറപ്പുണ്ടോ? പിന്നെ എന്ത് സമയം ഉണ്ടെന്ന് പറയുന്നത്? സ്വപ്നമില്ല, ജീവിതം ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തുക? നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് ഈ ഹാൾ ഒരു ലക്ഷ്യമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ എവിടെ എത്തി, ആണോ അല്ലേ? അല്ലാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഒഴിഞ്ഞ ഹാളിൽ കയറിയിരിക്കുന്നു വിചാരിച്ചാൽ എത്ര ഹാളുകളോട് കയറിയിരിക്കേണ്ടായിരുന്നു? നിങ്ങൾ എന്തുകൊണ്ട് കയറിയിരിക്കില്ല? നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെ നിങ്ങൾ എത്തും. ക്ലിയർ ആണോ? ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾ നേരെ എവിടെ പോകും? നിങ്ങളെ വീട്ടിലേക്ക് പോകും. അല്ലാതെ സൗകര്യമുള്ള വീട്ടിൽ പോയി കയറുമോ? കയറിയിട്ടാൽ വേറെ എന്തെങ്കിലും സംഭവിക്കും, ഞാനറിയില്ല. കണ്ണിക്കാതെ വീട്ടിൽ കയറുമോ? പിന്നെന്താ? ലക്ഷ്യമായ തന്റെ വീടുണ്ട്. ക്ലിയർ ആണോ? സോ തനിക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. താൻ എവിടെ എത്തും എന്നതിന്റെ ഒറ്റ ഉത്തരം ഒന്നേ ഉള്ളൂ. ഡു യു ഹാവ് ദ റിയൽ ഗോൾ ഓർ ടാർഗറ്റ് ഓർ ദി ഡെസ്റ്റിനേഷൻ? നിനക്ക് എത്തേണ്ട സ്ഥലത്തെ കുറിച്ച് ബോധ്യമുണ്ടോ? അവിടെ നീ എത്തും. അതുകൊണ്ട് ഇവിടെ എത്തണം എന്ന് ചിന്തിക്കാതെ നീ എത്തൂല എന്നാ പറയണത്. സോ ഡിസൈൻ യുവർ ഡ്രീംസ് ആൻഡ് ബി ഡയർ ടു സീ ഡ്രീംസ്. സ്വപ്നം കാണാൻ നിങ്ങൾ ചങ്കൂറ്റം കാണിക്കുക. അല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള സമയത്ത് മക്കയിൽ പോണോ, മദീനയിൽ പോണോ, ഹജ്ജ് വേണോ, ഉംറ വേണോ, വാരാണസി പോണോ, അതല്ല ബദ്രീനാഥിൽ പോണോ, അതല്ല കാശിയിൽ പോണോ, എവിടെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സമയം, ഇഷ്ടപ്പെട്ട പൈസ കൊടുത്ത്, ഇഷ്ടപ്പെട്ട സമയത്തിനൊത്ത്, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പറന്ന് നടക്കുക. അല്ല, ലോകം മുഴുവൻ നിങ്ങൾ എന്താ പറയുക, ലോകം ഫുള്ള് ഉലകം ചുറ്റും അല്ലെ? ഉലകം ചുറ്റും വാലിബ് എന്ന് പറഞ്ഞ പോലെ ലോകം നിങ്ങൾ കറങ്ങി കാണും, ആണോ അല്ലേ? ലോകം എല്ലാ മതം പറയുന്നത് കറങ്ങാനാണ്, കാണാനാണ്, ആണോ അല്ലേ? സീറോ പിള്ളാറോ എന്തായാലും ശരിയായിട്ടുണ്ട് അല്ലെ? ഖുർആൻ പറഞ്ഞത് എന്താണ്? പറന്ന് നടന്ന് കാണാനാണ് അല്ലെ? രാമായണം എന്താ? രാമായണം എന്ന് പറഞ്ഞാല് എന്താ? രാമായണം രാമന്റെ അയനം, അയനം സഞ്ചാരം. രാമൻ നടത്തിയ സഞ്ചാരമാണ് ഇത് രാമായണം. രാമായണം എന്താ പറഞ്ഞത്? എന്റെ അടുത്ത് കണ്ണുണങ്ങല പഹായ നീക്കാണ് നടന്ന് കണ്ടുകൊടുന്നാണ് പറഞ്ഞത്, ആണോ അല്ലേ? എന്നാലും നമ്മള് ആകെ കണ്ട സിറ്റി തിരൂര്, ആകെ കേറിയ വണ്ടി ഓട്ടോറിക്ഷ. ഇതിൽ ഇങ്ങനെ ഇതൊരു സ്വപ്നം കാണാനാണ്. കണ്ടല്ലേ ഞാൻ വേറെ പണി പറഞ്ഞു. ഈ സ്വപ്നമൊക്കെ കാണും നിങ്ങള്. താജ്മഹൽ കണ്ടാൾക്കാർ കഴിയില്ല. താജ്മഹൽ കണ്ടാൾക്കാർ ഓക്കെ, താങ്ക് യു. അത് 3-4 ആൾക്ക് താൽദൗസാറുണ്ട്, കരീം സാഹിബ് ഉണ്ട്, നമ്മുടെ സീനത്ത് ബീഗും ഉണ്ട്. ബാക്കിയുള്ളവരുടെ താജ്മഹൽ കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞിരിക്കണം. ആധാർ കാർഡ് എഴുതിയിട്ടുണ്ടാവും, യു ആർ നോട്ട് പെർമിറ്റഡ് ടു സീ ദ താജ്മഹൽ. നോക്കണേ സാറി, ഞാൻ ഉണ്ടാവും നിങ്ങൾ എന്തെങ്കിലും വിസയിലോ ആധാർ കാർഡ് എവിടെ ഉണ്ടാവും. ഇതെന്താ കാണല്? ഫിലോമിന്റെ കണ്ണിന്റെ പോയിട്ട് 80-ാം വയസ്സിൽ ഷഷ്ടി പൂർത്തി കഴിഞ്ഞ് സപ്തതി ആഘോഷിട്ടുണ്ട്. കുഴപ്പമില്ല, അന്ന് പോകാൻ കാത്തുന്നത്. താജ്മഹൽ എന്നതാണ്. ആലോചിച്ച് നോക്കി, എന്തിന്റെ ജീവിതമായത്? നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും, ഇങ്ങോട്ട് ചോദിക്കല്ല. ഞാൻ ഇങ്ങോട്ട് ചോദിച്ചിട്ടായി ബിസിനസ് എടുത്തത്. എന്റെ 16-ാം വയസ്സിൽ ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ വാശിന്റെ പുറത്തിറങ്ങി പാട്ടത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ വാശിയില്ല? ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുമ്പോൾ സിംബൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 7 വണ്ടേഴ്സ്, ലോകത്തിലെ 7 അത്ഭുതത്തിലെ സപ്താത്ഭുതത്തിൽ എന്തുണ്ട്? താജ്മഹൽ ഉണ്ട്. നമ്മൾ ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിൽ എത്ര കൊല്ലായി? ഞാൻ ഇന്ത്യയിൽ ഇത്രയും കൊല്ലായിട്ട് ഏകദേശം 14 കൊല്ലായി, 20 കൊല്ലായി, 40 കൊല്ലായി, 50 കൊല്ലായി ഇരിക്കുന്നുണ്ട് അല്ലെ? സാഹിബ് അവിടുന്ന് കുട്ടികളെ കൊണ്ട് അമേരിക്കയിൽ വരികയാണ്. എന്തിന്? താജ്മഹൽ കാണാൻ. എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു വണ്ടി ഇപ്പൊ കള്ളവണ്ടി കയറിയിട്ട് തിരുവനന്തപുരം ഇവിടെ തീർക്കും. താജ്മഹൽ കണ്ട് മുറ്റത്ത്, ആണോ അല്ലേ? നമ്മള് പോവോ? എന്താ കാരണം? There is no money, there is no time. Yes or no? അപ്പൊ ലോകം തന്നെ താല്പര്യമുള്ള കൈവരിക്കാൻ അവനാണ് ജീവിതത്തിൽ എന്തെങ്കിലും നേടുക. പരീക്ഷ തോറ്റാലും കുഴപ്പമില്ല, ലോകം കാണാതിരിക്കുന്നത്. ഞാൻ കുട്ടികളൊക്കെ പറഞ്ഞില്ല, നിങ്ങൾ പരീക്ഷ തോറ്റാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കറക്കം നിർത്തരുത്. കാരണം അതിലാണ് എന്ത് ജീവിതമുള്ളത്. അല്ല, നിങ്ങൾക്ക് താല്പര്യം ഇതാണോ?
കനകം മൂലം കാമിനി മൂലം കലഹം പോലെ വിധി ഒരിക്കൽ സുലഭം. ഞാൻ പാടിയതല്ല, പണ്ടാരോ പാടിയതല്ല അല്ലേ? ഈ നാട്ടിലെ സർവ്വതലം എന്തിനാണ്? മണ്ണിനും വിണ്ണിനും പൊന്നിനും പെണ്ണിനും അല്ലേ? എന്തിന്? ഇപ്പൊരേട്ട കിട്ടില്ല, രേട്ട കിട്ടില്ല, അത് വേണ്ട പറഞ്ഞില്ല, വാങ്ങി അല്ലേ? സോ സീരിയസ് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇങ്ങനെ തന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നത് എന്താ പേര്? ആ സിമൃതാട്ട ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത്. പക്ഷെ ഭർത്താവ് സലാം പറഞ്ഞ കൈ തിരുപ്പി പിടിച്ചതാണ്. അസ്സലാമു അലൈക്കും എന്റെ മുത്തം മണിക്കല്ലേ. അപ്പൊ വലൈക്കും അസ്സലാം കൈ മേലെ പിടിച്ചപ്പോ ഒരു പാടാണ്. അതിനുശേഷം പിന്നെ പെണ്ണുങ്ങളും സലാം പറയുമ്പോൾ ഇങ്ങനെ കൊടുക്കല് വലൈക്കും അസ്സലാം. എന്താണ് സ്വർണ്ണെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. മനസ്സിലായോ? എങ്ങനെയല്ല വന്നത്? ആ ഇന്ന് എവിടെ ഉള്ളത്? ഏതോ മുത്തൂറ്റ് ഫൈനാൻസ് ഫിൻകോർപ്പിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ ഏതോ സായിപ്പ അടിച്ചു പൊളിച്ചിട്ട് നമ്മളെ സേട്ടുപായി അടിച്ചു പൊളിച്ചിട്ട് അത് കൊണ്ട് ബിസ്ക്കറ്റ് ആക്കി കയറ്റി വിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ നമ്മള് മലപ്പുറം ജില്ലയിലെ സ്വർണം ഫുൾ ഇന്ന് ബോംബെയിലെ സേട്ടുവിന്റെ സഞ്ചിയിലാണ് കേൾക്കുന്നത്. ആണല്ലേ? ആണെന്ന് കുറെ പെണ്ണുങ്ങൾ പറയുന്നത്. അവർക്ക് ശരിക്കും നമ്മൾ പ്ലാൻ കൊടുത്തു നോക്കി, ഇവരെ ഉള്ളിൽ തീ മനസ്സിലായോ? ഇത് ഈ ക്ലാസ് കേൾക്കണമെന്ന് ഭർത്താവിന്റെ അടുത്ത് ഒരുപാട് പോക്ക് പോയിട്ടോ, ഞങ്ങളുടെ സാധനം പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, ഇന്നത്തെ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അലമാര ഉണ്ടെങ്കിൽ രസം അല്ലെ? പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായി, നമ്മുടെ നാട്ടിലൊക്കെ സ്വർണ്ണം കടം വാങ്ങുന്നത് അല്ലെ? സെലീന എന്റെ മാലെന്ന് കാട്ടിക്കഴിഞ്ഞ് ഞാനൊന്നും എന്ത് ചെയ്യട്ടെ, കല്യാണത്തിന് പോയിട്ട് വരുമ്പോ സെലീന കുഞ്ഞിമ കൊടുക്കും, കുഞ്ഞിമ സെക്കീന കൊടുക്കും, സെക്കീന സരിത കൊടുക്കും, സരിത ഗോപിയെ കൊടുക്കും. അങ്ങനെ ഈ സ്വർണ്ണ ശൈലി എല്ലായിടത്തും റൗണ്ട് ചെയ്ത് വരും. ഉണ്ടാവില്ലേ? ഇല്ലേ? അതിപ്പോ നിന്നില്ലേ? ഇതിന്റെ കാരണം എന്താ അറിയോ? ഞാൻ കണ്ടുപിടിക്കുന്നതിന്റെ കാരണം. ഇതിന്റെ കാരണം ആ ലോക്കറ്റിന്റെ പേര് ചെയ്ത് തുടങ്ങി കേസാണ്. മറ്റേ സെലീനാന്റെ പറഞ്ഞാൽ കുഞ്ഞി പൊട്ടാ കുഞ്ഞ് എന്റെ വീട്ടിൽ അസലമൊന്നുമില്ല, ഇതിവിടെ സെക്യൂർ കല്യാണം കഴിക്കൊന്നുമില്ല. അവിടെ ഇപ്പൊ ഇല്ല, ഇപ്പൊ നിന്നിട്ടാ അവിടെ ഇനി പോയിട്ടാ നിൽക്കണ്ട. അവിടെ ഞങ്ങൾ ഈ ആണുങ്ങൾ ഈ പണിയെടുത്തതാണ്. നിങ്ങൾ ഇങ്ങനെ വല്ലാതെ സ്വർണ്ണം കൊടുത്തപ്പോ നിങ്ങൾ എന്ത് ചെയ്ത് കണ്ടറിഞ്ഞിട്ട് ലോക്കറ്റിന്റെ പേര് ചെയ്ത്. മനസ്സിലായോ? ഞാൻ കളി നടക്കില്ല. അപ്പൊ സീരിയസ്ലി ഇങ്ങനെ താല്പര്യം ഞങ്ങൾ ആലോചിച്ച് നോക്കണേ. എന്താ താല്പര്യം? ഇഷ്ടപ്പെട്ട അല്ലെ അടയാളങ്ങള്, സാധനങ്ങള്, വാനിറ്റി ബാഗുകള്, അതേപോലെ തന്നെയുള്ള ബ്രേസ്ലെറ്റുകള്, എന്ത് രസമുണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. ആണോ അല്ലേ? കുരിശിത്തലവി എന്ന് പറയുന്ന ഒരു തമിഴിൽ എന്താ പറയാ ജയലളിതയെ കുറിച്ച് പറയുന്ന ഒരു വാക്യതാണ്, താൻ ധരിച്ചു വന്ന സാരിയുടെ കളർ എന്ത് വരുത്രേ? കാറ് വരുത്രേ. 40 കാറും ഡ്രൈവറും കാത്തിരിക്കും. തലയിൽ വരുന്നത് പച്ച സാരിയിലാണെങ്കിൽ പച്ച കാറ് വരുന്നു. ആണോ അല്ലേ? അത്രയും വലിയ കോടികൾ കൊണ്ട് അമ്മാനം മാടിയ ആൾക്കാർ ഈ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒരു വണ്ടിയും ഒരു കാറും ഒരു മാക്സിയും ഒരു എന്തിനോ തന്നെ മാറണേ. ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. അല്ല ഞാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് മാറുന്നില്ല, നിങ്ങൾക്ക് മാറണം, നിങ്ങൾ തീരുമാനിക്കും. അല്ല, ലോകം മുഴുവൻ ഒരു ടോപ്പ് എന്താ പറയാ 5 1 days 15 ദുബായ് അത്ഭുതങ്ങളോ എന്ത് വേണമെങ്കിൽ കാര്യം മക്കളുമായിട്ട് ഓസ്ട്രേലിയൻ ട്രിപ്പ്, യൂറോപ്യൻ ട്രിപ്പ്, ദുബായ് ട്രിപ്പ്. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഉമ്മാന്റെ പാപ്പാന്റെ അച്ഛനമ്മന്റെ കൈ പിടിച്ചുകൊണ്ട് അമേരിക്കയുടെ മണ്ണിൽ നടന്നിട്ട് അമ്മായിയോടും അച്ഛനോടും പറയാച്ച ദിസ് ഈസ് ദ വൈറ്റ് ഹൗസ്, ഇവിടാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതി എന്നൊക്കെ പറയുന്ന ഒരു രസം തേക്കാനും ആണല്ലേ? ഇന്ന് നമ്മളെന്ത് ചെയ്യും? ഏറാങ്കട്ട് കൊണ്ടേക്കാണ്ട് അവിടെ ഒരു പെറ്റാപ്പാലിന് എന്തിന്റെ പേര്, അവിടെ വലിയ പാലത്തിന്റെ പേര് അല്ലെന്ന് ആ വലിയ നീണ്ട പാലില്ലേ, എന്താ പറയാ, അങ്ങനെ കടന്നു പോണത് കുറ്റിപ്പുറത്തെ ചമ്രവട്ടം പാലം. അവിടെ പോയി കണ്ട് 2 ഉപ്പിലിട്ടത്, ഒരു കുലുക്കി സർബത്തും ഒരു ഐസും വാങ്ങിയിട്ട് പറയാ അവിടെ നിന്നാണ് പെണ്ണുനാള് വീണത്, അവിടെ കോടി കിട്ടിയിട്ടില്ല. അതാണ് ഇന്നത്തെ ഇത് എത്ര കാലായി തുടങ്ങിയിട്ട്. ഇതൊക്കെ ഒന്ന് നിർത്തണ്ടേ? ദുനിയാവ് വിശാലമായി കിടക്കാൻ മക്കളെ, എത്ര രാജ്യം കിടക്കുന്നത് അല്ലേ? 190 ജില്ലാ രാജ്യങ്ങളുടെ അടുത്ത് യുവജന അംഗീകരിച്ചു എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ അത്രയും രാജ്യം ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മളോ ഇതുവരെ മലപ്പുറം ജില്ല വിട്ടും കേരളം വിട്ടും പുറത്ത് പോയിട്ടില്ല. ട്രെയിനിൽ കയറിയാൽ എന്ന് കഴിയും, ട്രെയിനിൽ കയറിയതും കേരളത്തിലൊന്നും കഴിയുന്നില്ല. ട്രെയിനിൽ കയറാതെ കൈ പൊന്നിച്ചില്ല, ട്രെയിനിൽ ചെറുതായിട്ട് കയറാൻ നോക്കെ അകമ്പടം. ഞാൻ പറയുന്നത് ട്രെയിനിലൂടെ ചെറുതായിട്ട് എന്താണ് കഥ? ഇതൊരു കൊട്ടാരമാണ്. ഇതേപോലത്തെ ക്ലാസ്, ഇതേപോലെ കസാലിയിൽ നിന്ന് ആ മനുഷ്യനെ ഏറ്റെടുത്ത് ഇന്ന് കോടികളുടെ കൊട്ടാരം ഒന്നല്ല അദ്ദേഹത്തിന്റെ വസതിയായിട്ട് ഓൾ ഓവർ ഇന്ത്യയിലെ 12ഓളം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയും അങ്ങനെ സാഹിബിന്റെ മണ്ണിൽ പോയി ഒരു ജസ്റ്റ് ഒരു അപ്പോയിന്റ്മെന്റ് തന്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കാൻ പോയപ്പോ അമേരിക്കന്റെ മണ്ണിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇന്നെ പോണോ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോലെ എന്ന് പറഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കണ്ട് നിന്ന സമയത്ത് നിൽക്കാൻ വേണ്ടി വാടക ബിൽഡിംഗ് ഒഴിവാക്കിയിട്ട് സ്വന്തം പേരിൽ കോടികളുടെ ബില്ല വാങ്ങിയ ഒരു ഗ്രേറ്റ് മാന്റെ ഒരു കൊട്ടാരമാണ്. ഇതറിയോ എനിക്ക് ആരാണ്? മിസ്റ്റർ മുബീൻ മുഹമ്മദ്. ഇതേപോലത്തെ ക്ലാസ് കേട്ട ഏതോ വാങ്ങിയതാണ്. ആലോചിച്ച് നോക്കുക, ഇതൊക്കെ ഒരു മാറ്റമാണ്. അതുകൊണ്ട്
റൈറ്റ് ഡൗൺ, നിങ്ങൾ എഴുതണം ഇപ്പൊ തന്നെ പേപ്പറിൽ ഒരു 10 സ്വപ്നങ്ങളെങ്കിലും നിങ്ങൾ എഴുതണം. അതിന് മാത്രമല്ല ഒരു ഏകദേശ ഡേറ്റ് വെക്കുക. എന്നിട്ട് ഈ വിഷയം നിങ്ങൾ മെൻറ്ററോട് പിന്നെ സംസാരിക്കുക. പക്ഷേ എഴുത്ത് കൊടുത്ത് നടക്കണം. ഹാർഡ് വർക്ക് ഫോർ അച്ചീവിംഗ് ദോസ് ഡ്രീംസ്. അതിനുശേഷം നിങ്ങൾ അതിനെ കിട്ടും വരെ പോരടിക്കുക. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സ്വപ്നമില്ലെങ്കിൽ നിങ്ങൾ എന്നോ ഡെഡ് ബോഡിയാണ് എന്ന സത്യത്തെ തിരിച്ചറിയുക. കാര്യം എന്താണ്? ഡെഡ് ബോഡി എന്ന് പറയുന്നത് നമ്മൾ പള്ളിക്കാട്ട് കൊണ്ടുപോകുന്ന സാധനമാണ്. അതൊക്കെ ശരി തന്നെയാണ്, ചുടലപ്പാമ്പ് കൊണ്ടുപോകുന്ന സാധനം തന്നെയാണ്. പക്ഷെ സ്വപ്നമില്ലാത്ത മനുഷ്യൻ എന്നോ മരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? അത് കൊണ്ടുപോകാൻ കുറച്ച് ടൈം കൊടുക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ അകത്ത് ആരെങ്കിലും സ്വപ്നമില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും സംസാരിക്കുന്ന ഡെഡ് ബോഡി, അത്രേ പറയുള്ളൂ. മനസ്സിലായോ? തിന്നുന്ന ഡെഡ് ബോഡി, കുടിക്കുന്ന ഡെഡ് ബോഡി. പിന്നെ എന്താ ഇയാൾ ഇവിടെ വന്നിട്ടുണ്ട് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ കുറച്ച് നേരം വൈകി, അത്രേ ഉള്ളൂ. കട്ടിൽ വന്നിട്ടില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ സീരിയസ്ലി പറയാൻ, ഇഫ് യു ആർ അലൈവ് യു മസ്റ്റ് ബി എ ഡ്രീമർ. അതുകൊണ്ട് ഒരു 10 സ്വപ്നം പെട്ടെന്ന് ഇരിക്കാൻ ചടപടെ ഞാൻ ഓരോരുത്തർ സ്വപ്നം പറയിപ്പിക്കും. നല്ല ക്യൂട്ട് സ്വപ്നം, അതിനെ കൂടെ ഒരു ഡേറ്റ് എഴുതിക്കോളി. ഞങ്ങളുടെ നേരങ്ങൾ ആൾക്കാവസാനം പേര് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് വാങ്ങിത്തരാനുള്ള നിങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് ഇരിക്കും. അറിയുന്ന ഭാഷയിൽ, അറിയുന്ന ശൈലിയിലേക്ക്. ഞാൻ കാണിച്ചു വന്നത് ഓരോ കാര്യങ്ങളാണ്. കാറായാലും വീടായാലും സ്വർണങ്ങളാണെങ്കിലും യാത്രകളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ബ്രെയിനിൽ തോന്നുന്ന കുറച്ച് സ്വപ്നങ്ങൾ. സ്പീഡപ്പ് ആയിട്ട് സ്വപ്നം കോപ്പി അടിക്കത്തില്ല. ഞാൻ അയാൾക്ക് വേണ്ട വണ്ടിയാവില്ല, നിങ്ങൾക്ക് വേണ്ട.